ഗുരവേ സർവലോകാനാം ഭിഷജേ ഭവരോഗിണാം നിധയേ സർവവിദ്യാനാം ദക്ഷിണാമൂർത്തയേ നമഃ. ശിവം ശിവകരം ശാന്തം ശിവാത്മാനം ശിവോത്തമം ശിവമാർഗപ്രണേതാരം പ്രണതോസ്മി സദാ ശിവം. ഭൂതനാഥ സദാനന്ദ സർവഭൂതദയാപരാ രക്ഷ രക്ഷ മഹാബാഹോ ശാസ്ത്രേ തുഭ്യം നമോ നമഃ. ഓം ഗംഗണപതയേ നമഃ. ഓം സരസ്വത്യേ നമഃ. എല്ലാവർക്കും നമസ്കാരം. ഒരു ഭക്തി പ്രഭാഷണം ആദ്യമായിട്ടാണ് എന്ന് തോന്നുന്നു ഈ ക്ഷേത്രത്തിൽ. ഏതായാലും കളമെഴുത്ത് പാട്ടൊക്കെ കഴിഞ്ഞു, ഭക്ഷണം കഴിച്ച് വീട്ടിൽ പോവാം എന്നുള്ളൊരു മാനസികാവസ്ഥയിൽ എല്ലാവരും ഇങ്ങനെ ഇരിക്കുകയാണ്. ആ സമയത്ത് ഒരു കൊച്ചു പ്രഭാഷണം കഴിഞ്ഞിട്ട് മതി. ആരാ നിർബന്ധിക്കുന്നേ? ഉപാസന, അതായത് ഉപാസകരാണ് കമ്മിറ്റിക്കാർ. അവരെങ്ങനെയെങ്കിലും ഭക്തജനങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊരു അറിവ് കൊടുക്കണം. ഉദാഹരണത്തിന് ഇപ്പോൾ കളമ്പാട്ട് അവിടെ നടന്നു. എന്താണ് കളമ്പാട്ട്? ഇന്ന് ഭഗവതിക്ക് കളമ്പാട്ട്, നാളെ അയ്യപ്പ സ്വാമിക്ക് കളമ്പാട്ട് എന്നൊക്കെ നോട്ടീസിൽ നിങ്ങൾ വായിച്ചു അല്ലേ? അറിഞ്ഞ് ആരാധിക്കണം. അറിവാണ് ഭക്തി, അറിവാണ് ഈശ്വരൻ. ജ്ഞാനം നേടുന്നതിലൂടെ നമുക്ക് മനസ്സിനെ ഉയർത്താൻ കഴിയും. നമുക്ക് കിട്ടാത്തത് എന്താ? ജ്ഞാന. മഹാഭാരതം കഥ ഇങ്ങോട്ട് എടുത്തു കഴിയുമ്പോൾ ഈ ലോകത്തിലുള്ള 3 ലോകങ്ങളിലും ഉള്ള എല്ലാ ജ്ഞാനങ്ങളും നിറച്ചു വെച്ചിരിക്കുന്നതാണ് മഹാഭാരതം എന്ന മഹത്തായ ഇതിഹാസം. അതെടുത്തു നോക്കുമ്പോൾ അതിൽ ധർമ്മപുത്രർ ഭീഷ്മാചാര്യരോട് ചോദിക്കുകയാണ്, ഈ ലോകത്തിൽ നമ്മുടെ നിലനിൽപ്പിന് അത്യാവശ്യം ആയിട്ടുള്ള ഗുണം എന്താണ്? അല്ലെങ്കിൽ നാം എല്ലാം നേടേണ്ടുന്ന കാര്യം ജീവിതത്തിൽ സ്ഥിരമായിട്ടുള്ളത് എന്താണ്? ഇപ്പം നിങ്ങളുടെ മനസ്സിലൊക്കെ ഇതിനൊരു ഉത്തരം വന്നിട്ടുണ്ടാവും. എന്താ? ആദ്യം നമ്മൾ ആലോചിക്കും, നമ്മൾ എല്ലാം നിലനിൽക്കണമെങ്കിൽ എന്ത് വേണം? നമുക്കെല്ലാം സ്ഥിരമായിട്ട് കുറച്ച് ബന്ധുമിത്രാദികൾ വേണം. അപ്പോൾ കുട്ടികളുടെ കാര്യം എടുത്താൽ അച്ഛനും അമ്മയും ഇല്ലാതെ അവർക്ക് കഴിഞ്ഞുകൂടാൻ കഴിയില്ല. ഇനി മറ്റൊന്ന് നോക്കുമ്പോൾ മുതിർന്നവരുടെ കാര്യം എടുത്തോളൂ. മുതിർന്നവരാണെങ്കിലോ അവരാദ്യം പറയും, എനിക്ക് എൻ്റെ കർമ്മം, അതായത് ജോലി ചെയ്യണം, അതാണ് എൻ്റെ നിലനിൽപ്പിന് അത്യാവശ്യം. ജോലി ചെയ്താൽ എന്ത് കിട്ടും? ധനം, പണം കിട്ടും. ഇത്രയാണ് നമ്മുടെ ജീവിതം. അതായത് ഓരോരുത്തരും മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്തിനാ? ഈ ജീവിതം ഇങ്ങനെ ജോലി ചെയ്ത് ഒരുപാട് പണം സമ്പാദിച്ച് സുഖിച്ച് ജീവിച്ച് തീർക്കാനുള്ളതാണ്. യഥാർത്ഥത്തിൽ അതാണോ? നമ്മളുടെ എല്ലാം ജീവിതത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം എന്ന് പറയുന്നത് ഈശ്വര ആരാധനയാണ്. ഇനി ഉദാഹരണത്തിന് 4 പുറത്തേക്ക് അങ്ങോട്ട് നോക്കിയാൽ മതി, മറ്റു മതസ്ഥരെ നോക്കിയാൽ മതി, നമുക്ക് മനസ്സിലാവും അവരുടെ എല്ലാം ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളും ഓരോ കർമ്മങ്ങളും ചേർത്ത് വെച്ചിരിക്കുന്നത് ആത്മീയതയോടാണ്, അവരുടെ ആരാധനയോടാണ്. അങ്ങനെ നമ്മളും ആയി മാറാനാണ് ഇങ്ങനെയുള്ള ആചാരങ്ങളെല്ലാം നമ്മുടെ പൂർവികർ വെച്ചിരിക്കണേ. ഇപ്പം ക്ഷേത്രമുണ്ട്. എന്താ ക്ഷേത്രം? ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര. എന്ത് ക്ഷയ നമുക്കുള്ള? എനിക്കൊരു ബുദ്ധിമുട്ടും ഇല്ല ടീച്ചറേ എന്ന് പറയും. പക്ഷേ മാനസികമായി ഒരുപാട് സംഘർഷങ്ങൾ, വേദനകൾ അനുഭവിക്കുന്നവരാണ് ലൗകികര്. 4 ആശ്രമങ്ങൾ എടുക്കുമ്പോൾ നമുക്ക് കാണാം ഏറ്റവും ശ്രേഷ്ഠമായത് ഗൃഹസ്ഥാശ്രമമാണ്. എന്തുകൊണ്ടാ? ഗൃഹസ്ഥനുണ്ടെങ്കിലേ മറ്റുള്ള എല്ലാ ആശ്രമികൾക്കും നിലനിൽപ്പുള്ളൂ. ഇപ്പോൾ ബ്രഹ്മചര്യം എന്ന് പറയുമ്പോൾ കുട്ടി പഠിക്കാൻ പോകുന്ന കാലഘട്ടം, അവിടെ ആര് വർക്ക് ചെയ്യണം? ഗൃഹസ്ഥാശ്രമം എന്ന ആ ഒരു ഘട്ടത്തിൽ എത്തി നിൽക്കുന്ന പാരൻസ് ജോലി ചെയ്യണം. ഇതുപോലെ തന്നെയാണ് വാനപ്രസ്ഥം. ഗൃഹസ്ഥാശ്രമം കഴിഞ്ഞ് വാനപ്രസ്ഥത്തിലേക്ക് പോകുന്നവർ ജോലി ചെയ്യുന്നില്ല. അവരുടെ എല്ലാം ഭക്ഷണം, നിലനിൽപ്പ് ആരുടെ ജോലിയാ? ഗൃഹസ്ഥാശ്രമിയുടെ ജോലിയാ. അതുകൊണ്ടാണ് മുത്തശ്ശി പറയും കുടുംബം നോക്കിയവന് കാശിക്ക് പോണ്ടാന്ന്. എന്തേ? അവരത്രയും അധ്വാനിക്കുക, നേടുന്നതെല്ലാം കരാഗ്രി വസതി ലക്ഷ്മി ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക.
ഓരോ ഗൃഹസ്ഥാശ്രമികളോടും ചോദിച്ചാൽ അറിയാം അവരുടെ ബാങ്ക് ബാലൻസ് എത്രയെന്ന്. ചിലപ്പോൾ 0 ബാലൻസ് ആയിരിക്കും, ലോണ് കടായിരിക്കും അവസ്ഥ. കാരണം ഗൃഹസ്ഥാശ്രമം അത്രയും ഉന്നതമാകുന്നു. ആ ഗൃഹസ്ഥാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആത്മീയമായ ഉന്നതി നേടണം. എങ്ങനെ ആത്മീയമായ ഉന്നതി നേടുക? ഇതുപോലെ ആദ്യത്തെ പടിയായി ജന്മം കിട്ടി. ജന്മം കിട്ടുമ്പോൾ നമ്മൾ ആദ്യം തന്നെ ചെവിയിലെ ഓങ്കാരം മുഴക്കും. ഈ ഓങ്കാരമൊക്കെ മുഴക്കിയതിന് ശേഷം കുഞ്ഞിന് നാമകരണം ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്നൊരു കാര്യമാണ്, പലരും തെറ്റി ചെയ്യുന്ന, വലത്തെ ചെവിയിലാണ് നമ്മൾ നാമകരണം ചെയ്യുക. വേദോ സീതി എന്ന് ഉച്ചരിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ കുഞ്ഞിന് ആദ്യം അമ്മിഞ്ഞപ്പാൽ ഊട്ടുമ്പോൾ വലത്തെ മുല ചുരത്തണം എന്നാ പറയുക. അത് എത്ര പേര് തെറ്റായി ചെയ്തിട്ടുണ്ടെന്നൊന്ന് ചിന്തിച്ചു നോക്കൂ. ഷോഡശ സംസ്കാര പ്രകാരം ഹൈന്ദവന്റെ ഓരോ ആചാരങ്ങളും ഗ്രന്ഥങ്ങളിൽ അങ്ങനെ എഴുതി വെച്ചിരിക്കുക. അതിൻ്റെ അറിവ് പകർന്നു നൽകാൻ നമുക്ക് ആചാര്യന്മാരെ കിട്ടുന്നില്ല. ഇനി മറ്റൊന്ന്, കുട്ടിക്ക് ഒരു വയസ്സൊക്കെ ആയിക്കഴിഞ്ഞാൽ കൊണ്ടുപോയിട്ട് എന്ത് ചെയ്യും? തല മുണ്ടനം ചെയ്യും. ആ സമയത്തും ആദ്യം വലത്തെ സൈഡിലെ മുടി മുറിക്കണം, പിന്നെ ഇടത്തും പിന്നീട് പിറകിലും മുറിച്ചതിന് ശേഷം ഇനി കുറേ കഴിഞ്ഞ് സന്യാസം സ്വീകരിക്കുമ്പോഴോ ആ മുടി മുഴുവനായും എടുക്കില്ല. 5 മുടി അവിടെ നിർത്തിക്കൊണ്ടാണ് ബാക്കി മുണ്ടനം ചെയ്ത് കളയുക. സന്യാസിയെ കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ സന്യാസിമാരൊരിക്കലും ഭിക്ഷാടനത്തിന് പോകരുത്. നമ്മുടെ സമൂഹത്തിലേക്കൊന്ന് നോക്കൂ, ചിലപ്പോൾ നമ്മളത് കാണാറുണ്ട് അല്ലേ? സന്യാസം സംന്യാസം ആയി മാറിക്കൊണ്ടിരിക്കുക. ന്യസിക്കുക എന്ന് പറഞ്ഞാൽ ത്യജിക്കുക. എന്താ ത്യജിക്കുന്നത്? മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും അഗ്നിയുടെ കളറാണ് സന്യാസിയുടെ വസ്ത്രം അല്ലേ? അഗ്നിയിൽ ആഹൂതി ചെയ്തവനാണ് സന്യാസി. ഇപ്പോൾ ഒരു ഗ്രാമത്തിൽ വന്നാൽ 2 ദിവസം താമസിക്കരുത്, 1 ദിവസം 1 രാത്രിയേ തങ്ങാൻ പാടുള്ളൂ. ഷോഡശ സംസ്കാരം പറയുന്നതാ. ഭിക്ഷാടനം നടത്ത് അന്നം സ്വീകരിക്കരുത്. ഇങ്ങനെ ഒരുപാട് നിയമങ്ങളുണ്ട്. അതിയായ ആഗ്രഹങ്ങൾ വെച്ച് പുലർത്തരുത്, അമിതമായി ഭക്ഷണം കഴിക്കരുത്. ഒരുപാട് ചിട്ടകളുണ്ട് സന്യാസം എന്ന് പറയുന്ന ആശ്രമത്തിൽ. ഒരുപാട് വിശദമായി പറയാനുള്ള ഏരിയയാണ് 4 ആശ്രമങ്ങളൊക്കെ. വളരെ ചുരുക്കി പറയുന്നതാണ്. കാരണം എല്ലാവരുടെ മനസ്സിലും ഇപ്പോൾ വീട്ടിലെ വയ്യാത്തവരും അസുഖങ്ങളും പ്രശ്നങ്ങളൊക്കെ ആയിരിക്കും. അതുകൊണ്ടാണ്. ഇനി കുഞ്ഞിന് നാമകരണം ചെയ്തു, മുണ്ടനം ചെയ്തു, അത് കഴിഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും? ക്ഷേത്രത്തിലേക്ക് കൊണ്ടുവരും. ക്ഷേത്രം എന്തിനാ? ക്ഷയങ്ങൾ ഇല്ലാതെയാക്കാനാ. എന്ത് ക്ഷയ? ഭൗതിക സുഖം എല്ലാവർക്കും ഉണ്ട്. ആരും ഇപ്പോൾ ജോലി ഇല്ലാത്തവരോ പട്ടിണിക്കാരോ ഇല്ല. ആത്മീയമായ ക്ഷയമാണ് നമുക്കുള്ളത്. ആ ആത്മീയമായ ക്ഷയങ്ങളിൽ നിന്നും ഉണരാൻ, മനസ്സിനെ ഉയർത്താൻ, ഉദ്ദീപിപ്പിക്കാൻ എന്ത് വേണം? ഇതുപോലെയുള്ള ക്ഷേത്രങ്ങൾ വേണം. ഈ ക്ഷേത്രാങ്കണത്തിൽ അങ്ങനെ വന്ന് ഇപ്പം കളമ്പാട്ട്, എന്താ കളമ്പാട്ട് എന്ന് പറഞ്ഞാന്നറിയോ? ആ ദേവിയുടെ രൂപത്തെ അങ്ങോട്ട് വരച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അവിടെ ഇരുന്ന് പാടി ആ കളത്തിലുള്ള ദേവിക്ക് ജീവചൈതന്യം നൽകുക ചെയ്യുന്നത്. ആ ജീവചൈതന്യം ലഭിച്ച ദേവിയെ പിന്നെ എന്ത് ചെയ്തു? മായ്ക്കുന്നത് ശ്രദ്ധിച്ചോ? മുഖം ഒരിക്കലും കോമരം തുള്ളി ചവിട്ടി മായ്ക്കില്ല. അവരത് പൂക്കുല കൊണ്ടാണ് മായ്ക്കുക. പിന്നെ ആണ് കോമരം കയറി തുള്ളി മായ്ക്കുന്നത് കണ്ടത്. ഇങ്ങനെ കളം എഴുത്ത് പാട്ടിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ദേവിയുടെ അനുഗ്രഹം നേടുന്നു. അതിനു വേണ്ടിയിട്ടാണ് കളം എഴുത്ത് പാട്ട് പാടി നമ്മൾ ആ ജീവനെ അതിലേക്ക് ആവാഹിച്ചതുപോലെ തന്നെ എന്ത് ചെയ്തു? അത് മായ്ച്ച് അപ്രത്യക്ഷമാക്കുകയും ചെയ്തു. ഈ അനുഗ്രഹം നേടുക എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നമുക്കൊരുപാട് അറിവുണ്ട്. ഇപ്പോൾ ആദ്യത്തെ കഥയിൽ പറഞ്ഞില്ലേ എന്താണ് നമ്മൾ നേടേണ്ടത്? ആ കഥ മുഴുമിച്ചില്ല. മഹാഭാരതത്തിൽ ആ കഥയിൽ പറയുമ്പോൾ ഒന്നാമത് എന്താ പറഞ്ഞേ? എനിക്ക് ബന്ധുക്കളുണ്ട്, അത് ഇവിടെ നിൽക്കാനുള്ള ഒരു ഗുണം. മറ്റൊന്ന്, എനിക്ക് കർമ്മം, ജോലിയുണ്ട്, ധനമുണ്ട്. ഇത് 3ഉം കഴിഞ്ഞ് വേറൊന്നുകൂടിയുണ്ട്. എന്താ? പ്രജ്ഞ. പ്രജ്ഞയാണ് നമ്മളുടെ ഏറ്റവും അടുത്ത ബന്ധു. എന്താ പ്രജ്ഞ എന്ന് പറഞ്ഞാൽ? 4 വേദങ്ങളിലെ ആദ്യത്തെ വേദമായ ഋഗ്വേദത്തിലെ പ്രജ്ഞാനം ബ്രഹ്മ എന്നാ പറയുന്നത്. അറിവാണ് ഈശ്വരൻ. ബ്രഹ്മം എന്ന് പറഞ്ഞ അറിവ് തന്നെ. ആ അറിവിനെ നീ നേടണം. അതാണ് നമുക്ക് ജീവിതത്തിൽ ഗുണകരമായിട്ടുള്ളത്. ഇപ്പം എന്താ ചെയ്യുന്നേ? ഉണ്ണുക, ഓരിടുക, കിടന്നുറങ്ങുക. ഈശ്വരീയമായ ഒരു ചിന്തയും ഇല്ലെങ്കിൽ ഇത്തിരിയെങ്കിലും ആത്മീയ സംസ്കാരം നേടണം. അതായത് അറിവ് നേടണം എന്ന് തോന്നണമെങ്കിൽ എന്ത് വേണമെന്നോ? ഈശ്വരാനുഗ്രഹം, ദൈവകൃപ വേണം. ഭഗവാന് അനുഗ്രഹിക്കാൻ കഴിയും, പക്ഷെ നമ്മൾ അങ്ങോട്ട് ചെന്നു കൊടുക്കില്ല. അതാ കുഴപ്പം. കൈയൊന്ന് പൊന്തിച്ചാലല്ലേ നമ്മളെ പിടിക്കാൻ പറ്റൂ. എന്ത് ചെയ്യണം?
പ്രജ്ഞ, അറിവ് നേടിയാൽ നിനക്ക് ഈ ലോകത്തിൽ സർവ്വതും നേടിയെന്നതിന് തുല്യമായി ഇങ്ങനെ പറഞ്ഞു കൊടുക്കുക. അപ്പോൾ നിങ്ങളെ പോലെ തന്നെ ധർമ്മപുത്രർക്ക് അത് മനസ്സിലായില്ല. അതിൻ്റെ പിറകിൽ ഒരു കഥ വരുന്നുണ്ട്. കുട്ടികളൊക്കെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടല്ലോ. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടം. ഈ കഥയിൽ 2 തത്വങ്ങളാണ് വരുന്നത്. എല്ലാ കഥകളും ഒരുപാട് തത്വങ്ങളുടെ കൂമ്പാരമാണ്. നമുക്കുള്ള മനുഷ്യർക്കുള്ള വലിയ ഒരു ഉപദേശമാണ് ഈ കഥയിൽ വരുന്നത്. അപ്പോൾ ഭീഷ്മാചാര്യർ പറയാണ്, ഹേ ധർമ്മപുത്രരേ, നിനക്ക് ഞാനത് വിശദമായിട്ട് പറഞ്ഞു തരാം. പണ്ട് ഭാഗവതം കേട്ട് വരാമെന്ന് പറഞ്ഞു ഒരമ്മ. ഇവിടെ വായന നടക്കുന്നുണ്ടെന്ന്. ഭാഗവതത്തിലെ അവസാന ഭാഗത്ത് നമ്മളൊരു മഹർഷീശ്വരനെ കാണും. ആരാ? തക്ഷകൻ പരീക്ഷത്തിനെ കൊത്താൻ വേണ്ടി പോകുന്ന സമയത്ത് ആര് വന്നു? കശ്യപ മഹർഷി അവിടെ വഴിയിൽ നിൽക്കുക. തക്ഷകൻ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ചോദിച്ചു, എങ്ങോട്ടാ? അന്നൊക്കെ മഹർഷീശ്വരന്മാർക്ക് എല്ലാവരുമായി സംസാരിക്കാൻ കഴിയും. പറഞ്ഞു, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, 7 ദിവസം കഴിഞ്ഞാൽ തക്ഷകൻ കൊത്തി മരിക്കുന്നൊരു ശാപമുണ്ട്, ഞാൻ പോയിട്ട് അത് ചെയ്യാൻ പോവുക. സാക്ഷാൽ തപസ്വികൾ ഈശ്വരന്മാരല്ലോ. അപ്പോൾ ഈശ്വരന് തുല്യമാണ് ആ മഹർഷീശ്വരൻ പറഞ്ഞത്. ആ കഥ അറിയാലോ, തോണ്ടി തോളിലിട്ട്. അതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോവുകയാണ്. അപ്പോൾ മരിക്കുന്ന ഉറപ്പാണോ? ആ, ഉറപ്പാണ്. എങ്കിൽ ഈ ആൽമരത്തെ ഒന്ന് കൊത്തു. ആൽമരത്തിൽ കൊത്തി, അപ്പം തന്നെ അത് കരിഞ്ഞു. കശ്യപ മഹർഷി കമണ്ഡലുവിൽ നിന്നും ഒരു തുള്ളി ജലം എടുത്ത് ആ ആൽമരത്തിൽ തളിച്ചു. അത് തളിർത്തു വന്നു. ആ കശ്യപ മഹർഷിയുടെ ഗോത്രത്തിൽപ്പെട്ട ഒരു ബ്രാഹ്മണൻ അങ്ങനെ നടന്നു പോയിക്കൊണ്ടിരിക്കുക വഴിയിലൂടെ. നമ്മുടെ നാട്ടിലും ഇപ്പം നടക്കുന്നത് തന്നെ കേട്ടോ. അതങ്ങനെ സാമ്യപ്പെടുത്തി വേണം കഥകളിലൂടെ പോകാൻ. ഈ ബ്രാഹ്മണൻ അങ്ങനെ കുന്തി നടന്നു പോകുന്നുണ്ട്. ദരിദ്ര ബ്രാഹ്മണനാ, കണ്ടാൽ തന്നെ അറിയാം വയറൊക്കെ ഒട്ടി. ആ സമയത്ത് അന്നത്തെ യമഹ എന്ന് പറഞ്ഞത് എന്താണ്? തേരാണ്. ആ ഒരു രഥം ഓടിച്ചു വന്നു. അതിലുണ്ടായിരുന്നത് ഒരു വൈശ്യനായിരുന്നു. അന്നത്തെ ബ്രാഹ്മണ, ക്ഷത്രിയ, വൈശ്യ, ശൂദ്ര ആ ഒരു വർണ്ണ സിസ്റ്റം, അത്രയേ ഉള്ളൂ. ആ വൈശ്യൻ സാധാരണ ഒരു ബ്രാഹ്മണനെ കണ്ടാൽ അവർ ബഹുമാനിക്കേണ്ടതാ. ഇത് ബഹുമാനിച്ചില്ല എന്ന് മാത്രമല്ല, ആ തേര് ഓടിപ്പോകുന്ന സമയത്ത് അഹങ്കാരിയായ ഈ വൈശ്യൻ്റെ തേര് ബ്രാഹ്മണൻ്റെ ശരീരത്തിൽ തട്ടി. നമ്മുടെ ഇവിടെ ഇപ്പം നടക്കണ ആക്സിഡൻറ്റ് തട്ടി ബ്രാഹ്മണൻ മറിഞ്ഞു വീണു. ഇയാളതൊന്നും ശ്രദ്ധിക്കാതെ തേര് ഓടിച്ചങ്ങോട്ട് പോവുക. ഈ ബ്രാഹ്മണൻ അല്ലെങ്കിൽ തന്നെ ഒരു ഈഗോയുടെ ആളാണ്. അപ്പം ഇങ്ങനെ ചിന്തിക്കുകയാണ്. മേലൊക്കെ ആകെ പരിക്ക് പറ്റി, മുറിയായി. മഹാഭാരതം വായിച്ചവർക്കറിയാം. അങ്ങനെ തട്ടിപ്പിടഞ്ഞ് അവിടെ എഴുന്നേറ്റ് ഇരുന്നു. എന്നിട്ട് ചിന്തിക്കുകയാണ്, ഞാനൊരു ദരിദ്ര ബ്രാഹ്മണനല്ലേ, അതുകൊണ്ടാണല്ലോ ഇപ്പോൾ ആ വൈശ്യൻ അഹങ്കാരത്തോടുകൂടി എൻ്റെ മേലെ ആ തേര് തട്ടി എന്നെ മറിച്ചിട്ട് പോയത്. ഒന്ന് ശ്രദ്ധിച്ചില്ല. നമ്മുടെ ഇവിടെയും വണ്ടി മുട്ടിയിട്ട് നിർത്താതെ പോകുന്നില്ലേ, അതുപോലെ പോയി. ഒന്ന് എഴുന്നേൽപ്പിച്ചതോ ഒന്നും ഇല്ല. എന്തുകൊണ്ടാ? ഞാനൊരു ദരിദ്രനായതുകൊണ്ടാണ്. അപ്പോൾ എന്തേ ചെയ്യണ്ടുള്ളൂ? ഈ ദാരിദ്ര്യം വെച്ച്, ഈ അവഗണന വെച്ച് ഇനി ഈ ലോകത്ത് ജീവിക്കണ്ട. എനിക്ക് എന്ത് ചെയ്യണം? നമുക്ക് മടുപ്പ് തോന്നിയാൽ നമ്മൾ എന്താ തീരുമാനിക്കുക? ആദ്യം ഇപ്പം പോയി മരിക്കണം അല്ലേ? ആത്മഹത്യ തീരുമാനിച്ചു. അവ എന്ത് ചെയ്തു? നേരെ കാട്ടിനുള്ളിലേക്ക് പോവുക. കാട്ടിനുള്ളിൽ ചെന്നാൽ കുറേ മൃഗങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ. ആ സമയത്ത് ഒരു കുറുക്കൻ അദ്ദേഹത്തിൻ്റെ നേരെ വന്നു. ആ കുറുക്കൻ ചോദിക്കുകയാണ്, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് എങ്ങോട്ടാണ് പോകുന്നത്? അപ്പോൾ പറയാ, സത്യം പറയാൻ കഴിയൂ, ബ്രാഹ്മണനല്ലേ, എനിക്ക് മടുത്തു. എന്താ മടുത്തത്? എൻ്റെ ജീവിതത്തിൽ ഞാൻ മഹാദരിദ്രനാ. ദാരിദ്ര്യം കാരണം ആരും എന്നെ വില വയ്ക്കുന്നില്ല. നമ്മുടെ സൊസൈറ്റിയിൽ അതന്നെയല്ലേ, പണത്തിന് മീതെ പരുന്തും പറക്കില്ല എന്നാ മുത്തശ്ശി പറയുക. അതുകൊണ്ട് എന്ത് ചെയ്യാൻ പോവുകയാണ്? എന്നെ ആരും വില വയ്ക്കുന്നില്ല. അവഗണന സഹിച്ച് എനിക്കിനി ജീവിക്കണ്ട. ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുകയാണ് എന്ന് പറഞ്ഞു. ആ സമയത്ത് ഈ കുറുക്കൻ ഉപദേശിക്കുകയാണ്. ആരേനെ? നമ്മുടെ ഈ ബ്രാഹ്മണനെ. ആലോചിച്ച് നോക്കണേ. കുറുക്കൻ പറയാണ്, ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, അങ്ങ് ഒരു മനുഷ്യനാണ്. മനുഷ്യന് എന്തുണ്ട്? കൈകളുണ്ട്. ഈ കൈകൾ ഉള്ള ജന്മം കിട്ടിയിട്ട് നിങ്ങൾ ഇങ്ങനെ പറയുന്നത് മഹാ കഷ്ടമാണ്. ഞങ്ങളുടെ സ്ഥിതി ഒന്ന് നോക്കൂ. ഞങ്ങളെ ഒരു ഈച്ച കടിച്ചാലോ ഒരു ഉറുമ്പ് കടിച്ചാലോ ഞങ്ങൾക്ക് അതിനെ തട്ടി മാറ്റാൻ പോലും നിങ്ങളെ പോലെയുള്ള നല്ല കൈകളില്ല. അത് സഹിക്കേ നിവൃത്തിയുള്ളൂ. നിങ്ങൾക്ക് നല്ല കൈകൾ കിട്ടി, പ്രവൃത്തി ചെയ്യാൻ പറ്റുന്ന കൈകൾ കിട്ടി. മാത്രമല്ല ഈ ഭൂമുഖത്ത് കിട്ടുന്ന വിശിഷ്ടമായ ജന്മം എന്ന് പറയുന്നത് മനുഷ്യജന്മമാണ്. അതിലും ശ്രേഷ്ഠമാണ് ബ്രാഹ്മണ ജന്മം. എന്നിട്ട് ഇത് രണ്ടും കിട്ടിയിട്ട് മരിക്കാൻ പോവാന്നാണോ പറയണത്? കഷ്ടം കഷ്ടം എന്ന് പറയാ.
അപ്പോൾ ഈ ബ്രാഹ്മണൻ വീണ്ടും തൻ്റെ പരാധീനതകൾ പറഞ്ഞപ്പോൾ കുറുക്കൻ വീണ്ടും ഉപദേശിക്കുകയാണ്, അങ്ങ് ഇത്രയും മഹത്തായ ഒരു ജന്മം കിട്ടിയിട്ട് ആത്മഹത്യ ചെയ്യരുത്. ഞങ്ങളെയൊക്കെ നോക്കൂ, നിങ്ങൾ പറയുന്നത് എന്താ, നിങ്ങൾക്ക് ധനമില്ല, ദരിദ്രനാണ്, അതുകൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ വയ്യ, ആരും നിങ്ങളെ ബഹുമാനിക്കുന്നില്ല. അതിനല്ലേ ഈ കൈകൾ കിട്ടിയിരിക്കുന്നത്. പ്രവൃത്തി ചെയ്ത് ജീവിക്കണം, അത് നമുക്കുള്ള ഒരു പാഠാണ്. ആരും ജനിച്ചു വരുമ്പോൾ, അതിലൊന്നാമത്തെ തത്വം, ഒരാളും ജനിച്ചു വരുമ്പോൾ പണവും ധനവുമായി വരുന്നില്ല. ഒരാളും മരിച്ചു പോകുമ്പോൾ ഈ ധനം കൊണ്ടുപോകുന്നും ഇല്ല. അപ്പം എന്ത് ചെയ്യണം? ഈ കിട്ടിയ ബലവത്തായ കൈകൾ ഉപയോഗിച്ച് ജോലി ചെയ്ത് എന്ത് സമ്പാദിക്കണം? ധനം സമ്പാദിക്കണം. മാത്രമല്ല, ഞങ്ങളെ ഈ മൃഗങ്ങളെ നോക്കൂ, നിങ്ങൾക്ക് വിശിഷ്ടമായ ജന്മം കിട്ടി. എന്താ കിട്ടിയിരിക്കുന്നത്? ബ്രാഹ്മണ ജന്മം. ഇതെന്തിനു വേണ്ടി ഉപയോഗിക്കണം? പഠിച്ച് മഹാപണ്ഡിതനായി, ബ്രാഹ്മണന്റെ തൊഴിലെന്താ? മറ്റുള്ളവർക്ക് ജ്ഞാനം, വേദം ഉപദേശിക്കല, അതാണ് ചെയ്യേണ്ടത് എന്ന് ഉപദേശിച്ചു. ഇതൊക്കെ കേട്ടപ്പോൾ ഇദ്ദേഹത്തിന് തോന്നുകയാണ്, ശരിയാണല്ലോ, എനിക്ക് ബ്രാഹ്മണ ജന്മല്ലേ കിട്ടിയത്, ഞാൻ എന്തിനാ ഇപ്പം ഇത്രയും ഒരു നിരാശനായിട്ട് മരിക്കേണ്ട കാര്യം? ഒരു മനുഷ്യനും ഒരു ജന്മം, ഒരു ജീവൻ കൊടുക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഈ ജീവൻ എടുക്കാനും നമുക്ക് അർഹതയില്ല. ഞങ്ങളെ മൃഗങ്ങളെ നിങ്ങൾ നോക്കൂ, ഞങ്ങൾ ആരെങ്കിലും ആത്മഹത്യ ചെയ്യുന്നുണ്ടോ? അത് നല്ലൊരു ചോദ്യമല്ലേ? നമുക്കുള്ള പാഠാ. നമ്മൾ ഈ പ്രകൃതിയിലേക്ക് നോക്കണം. പ്രകൃതിയിൽ നിന്നും ഒരുപാട് പാഠങ്ങൾ പഠിക്കാനുണ്ട്. ഒരു കുറുക്കൻ പറയാണ്, നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് നോക്കൂ, എത്രയോ ജീവജാലങ്ങളുണ്ട്. ജീവികളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ മനുഷ്യജന്മം കിട്ടി, ഏറ്റവും അഭികാമ്യമായ മനുഷ്യജന്മം ബ്രാഹ്മണ ജന്മം കിട്ടി. എന്നിട്ട് നിങ്ങൾ ആരെയാ കുറ്റപ്പെടുത്തുന്നത്? അവനവൻ്റെ തെറ്റല്ലേ സമ്പാദിക്കാതിരുന്നത്? അതിന് മറ്റുള്ളവനെ പരിഹസിക്കുന്നതിനാണോ കുറ്റപ്പെടുത്തുന്നത്? അതുകൊണ്ട് അങ്ങ് എന്ത് ചെയ്യണം? ജ്ഞാനം നേടണം. ജ്ഞാനം നേടാൻ എന്ത് ചെയ്യണം? തപസ് ചെയ്യണം. തപസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ ശരിയാണ് എന്ന് മനസ്സിലാക്കി ഇദ്ദേഹം എന്ത് ചെയ്തു? അവിടെ നിന്നും തപസ് ചെയ്യാൻ വേണ്ടി പിന്നെയും വനാന്തരങ്ങളിലേക്ക് പോയി. അങ്ങനെ തപസ് ചെയ്ത് ജ്ഞാനം നേടി ഇദ്ദേഹം അറിവ് സമ്പാദിച്ചു. ശേഷം ഈ നേടിയ അറിവ് സൽക്കർമ്മമായി മറ്റുള്ളവർക്ക് ഉപദേശിച്ച് അദ്ദേഹം മോക്ഷം നേടി. ഇതാണ് കഥ. ഇതിൽ കുറുക്കൻ ചോദിക്കുന്ന 2 ചോദ്യങ്ങളാണ്, 2 തത്വങ്ങൾ. ഒന്നാമത്തെ ചോദ്യം, ഞങ്ങളാരും ആത്മഹത്യ ചെയ്യുന്നില്ല. നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് നോക്കൂ, ഒരു ജീവജാലങ്ങളും അവർക്ക് കിട്ടിയ ജന്മം മോശമായി എന്ന് പറഞ്ഞ്, എനിക്ക് ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും ഉണ്ട് എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്യുന്നില്ല. ഉണ്ടോ? എന്തെല്ലാം ജീവജാലങ്ങൾ, കുഞ്ഞു കുഞ്ഞു ഉറുമ്പുകൾ മുതൽ വലിയ ആന, തിമിംഗലം വരെ ഒരു ജീവജാലങ്ങളും അവരുടെ ജീവൻ ആത്മഹത്യ എന്നും പറഞ്ഞ് കളയുന്നില്ല. മനുഷ്യനല്ലേ ചെയ്യുന്നത്. പക്ഷെ ഏറ്റവും വിവേകബുദ്ധിയുള്ള ആരാ? മനുഷ്യനാണ്. എന്നിട്ട് ആ മനുഷ്യനാണ് ഈ പൊട്ടത്തരം ചെയ്യുന്ന. ഒരു മൃഗത്തിനുള്ള ബുദ്ധി പോലും ആ മനുഷ്യനില്ലാത്തത് കൊണ്ടാണ് അവൻ ആത്മഹത്യ ചെയ്യുന്നത്. ഇപ്പൊ ഇഷ്ടംപോലെ നടക്കുന്നൊരു കാര്യമാണ് നമ്മുടെ ഇടയിൽ. മറ്റൊന്ന്, നിങ്ങൾ ഈ പ്രകൃതിയിലേക്ക് നോക്കൂ. എന്താ പറഞ്ഞത്? പ്രകൃതിയിൽ നിന്നും പാഠങ്ങൾ പഠിക്കണം. ഒന്നാമത്തെ പാഠം, നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ ഒരുപാട് പാഠം പഠിപ്പിക്കും അല്ലേ? അക്കാദമിക് കൊണ്ട് 25 വയസ്സായാലും പഠന, 30 വയസ്സായാലും ഫയലും താങ്ങി നടക്കും, ജോലിയും കിട്ടില്ല. പക്ഷേ നമ്മൾ കൊടുക്കാത്ത ഒരു വിദ്യാഭ്യാസം ഉണ്ട്. അതെന്താ? ആത്മീയ വിദ്യാഭ്യാസം. എനിക്ക് ആത്മീയമായ അറിവ് നേടണം എന്ന് ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ അത് ഈശ്വര കൃപ ഉള്ളത് കൊണ്ടാണ്. ഒരമ്മ പറഞ്ഞു, അവിടെ വന്നിരിക്കുക, ഒരു പ്രഭാഷണം കേൾക്കുക, അത് തന്നെ പുണ്യം. അപ്പോൾ പറയാ, സുഹൃതം ഉള്ളവർക്കേ എന്ത് തോന്നൂ? ഇതൊന്ന് കേട്ട് കളയാം. ചിലരെന്താ പറയാ, കേൾക്കും, ഇതിലേ അങ്ങോട്ട് കളയും, ഒന്ന് പോയി നോക്കാം, അങ്ങനെയൊക്കെ പറയാ. പക്ഷെ കേട്ടിട്ട് അത് കളയരുത്. അറിവ് നേടിയിട്ട് ആ നേടിയ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കണം. ആരാ ഗുരു എന്ന് പറയുന്നത്? അവനവൻ സമ്പാദിച്ച അറിവ് മറ്റുള്ളവർക്ക് മനസ്സിലാകുന്ന രീതിയിൽ പറഞ്ഞു കൊടുക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ഗുരു. ഇവിടെ ഗുരു ഇല്ല എന്നുള്ളതാണ് ഹൈന്ദവന്റെ പ്രശ്നം. ആരെങ്കിലും പറഞ്ഞു കൊടുത്താലോ? ഒരുപാട് വൈകിയതിൻ്റെ പ്രശ്നം. എന്നിട്ടും നിങ്ങൾ ഇത്ര പേരും ഇവിടെ ഇങ്ങനെ ഇരിക്കണോ സദസ്സിൽ എന്നുള്ളത് അത് ഈശ്വരാനുഗ്രഹം. ഓരോ സ്ഥലത്തും നേരം വൈകുമ്പോൾ ഇവിടെ അങ്ങനെ ഇടിക്കും, പറഞ്ഞ സമയം കഴിഞ്ഞൂലോ, ഇനി ആരും ഉണ്ടാവില്ലേത്. ഇത്രയും പേരുണ്ടല്ലോ, സദസ്സിനനുസരിച്ചേ നമുക്ക് പറയാൻ കഴിയൂ. അത് ഈ ഒരു പ്രഭാഷണത്തിൻ്റെ മാത്രം പ്രശ്നമാണ്. ക്ലാസ്സിൽ എത്ര കുട്ടി ആബ്സെൻ്റ് ആയാലും നമുക്ക് പ്രശ്നമില്ല. പക്ഷെ ഈ ഒരു വേദി അങ്ങനെയല്ല. ഇനി ഇങ്ങനെയൊക്കെ പറയുമ്പോൾ നമ്മൾ എന്താ അതെന്ന്
മനസ്സിലാക്കേണ്ടത്? ഈ കുറുക്കൻ പറഞ്ഞതുപോലെ പ്രകൃതിയിലേക്ക് നോക്കി കുട്ടിക്ക് ആദ്യത്തെ പാഠം എന്താ പറഞ്ഞു കൊടുക്കേണ്ടത്? ഞാൻ പറഞ്ഞു, 1 വയസ്സ് കഴിഞ്ഞു മുണ്ടനൊക്കെ ചെയ്തു, പിന്നെ കുട്ടിയെ മടിയിലിരുത്തി ചോറ് ഉരുട്ടി ഒപ്പിയുടച്ച്, ഇപ്പൊക്കെ ഈ മൊബൈലല്ലേ, അത് വായിൽ തോണ്ടിക്കൊടുക്കുമ്പോൾ ഈശ്വര കഥകൾ പറഞ്ഞു കൊടുക്കുക, മഹാഭാരത കഥകൾ പറഞ്ഞു കൊടുക്കുക. കൂടെ എന്ത് ചെയ്യണമെന്നോ, പ്രകൃതിയിലേക്ക് നോക്കി ആ അണ്ണാൻ കുഞ്ഞിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിന് പുറത്തുള്ള 3 വര ശ്രീരാമചന്ദ്രൻ്റെ കഥ പറഞ്ഞു കൊടുക്കണം. അതുപോലെ മറ്റൊന്ന് എന്താ പറയുന്നത്? മാവ്, ഇപ്പം മാങ്ങ ഇഷ്ടം പോലെ ഉണ്ട്, ചക്ക ഇഷ്ടം പോലെ ഉണ്ട് അല്ലേ? ആ മാവ് പൂക്കുന്ന സമയത്ത് കുഞ്ഞിന് കാണിച്ചു കൊടുക്കുക. ആ മാവിൻ്റെ ചില്ലകളെല്ലാം ഉയർന്നു നിൽക്കുന്നുണ്ടാവും. ഇനി അത് കണ്ണിമാങ്ങയും ഉണ്ണിമാങ്ങയും ഒക്കെ ആയി ഇങ്ങനെ ഭാരം കൂടി വരുമ്പോൾ ആ ചില്ല താന്ന് വരില്ലേ? പ്രകൃതിയിലെ ഒന്നാമത്തെ പാഠ. നമ്മുടെ പോക്കറ്റ് ഇങ്ങനെ നിറയുമ്പോൾ നമ്മുടെ തല എന്താ ചെയ്യുക അല്ലേ? പിന്നെ ആരെയും നമുക്ക് കാണില്ല, എങ്ങനെ നടക്കുള്ളൂ, താഴേക്ക് നോക്കാൻ നമുക്ക് കഴിയില്ല. അങ്ങനെയല്ല, മാവ് സമ്പന്നനാകുന്നത് എപ്പോഴാ, അല്ലെങ്കിൽ പ്ലാവ് സമ്പന്നനാകുന്നത് എപ്പോഴാ? അതിൽ നിറയെ മാങ്ങയൊക്കെ ഉണ്ടാകുമ്പോൾ, ഫലങ്ങൾ ഉണ്ടാകുമ്പോൾ. നമ്മളും അത്രയും ഉയരത്തിലെത്തുമ്പോൾ, സാമ്പത്തികമായിട്ട് ഉയരുമ്പോൾ എന്ത് ചെയ്യണം? താഴ്മതാനഭ്യുന്നതി വിദ്യാ വിനയസമ്പന്നീ ബ്രാഹ്മണീ ഗവിഹസ്തിനി എന്ന് ഗീത പറയുന്നുണ്ട്. വിദ്യ ആർക്കേ ഉള്ളൂ? വിനയം ഉള്ളവനാണ് വിദ്യ. വിദ്യാർത്ഥി ആരാണത് അർഹിക്കുന്നത്? വിനയമുള്ളവന് മാത്രമേ വിദ്യ കിട്ടൂ എന്നാ പറയുന്നത്. ഇപ്പൊ ഇവിടെ വന്നിരിക്കാൻ, ഇപ്പൊ ടീച്ചർ ഉയരത്താൻ, ഞങ്ങൾ കുറച്ച് ഏജ് ആയവരാ, താഴെ ഇരിക്കാൻ വയ്യ തോന്നിയാൽ കഴിഞ്ഞില്ലേ? ഇത്തിരി പോന്ന ആൽമരം നോക്കിയിട്ടുണ്ട്, ആൽമരത്തിന്റെ വിത്ത് ഇത്തിരിയുള്ളൂ, അത് മണ്ണിനടിയിൽ പോവാൻ തയ്യാറാവുമ്പോഴാണ് വളർന്ന് വടവൃക്ഷമാവാൻ അതിന് കഴിയുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? വിനയത്തോടുകൂടി ഒരു ഗുരുവിൻ്റെ അല്ലെങ്കിൽ അറിവ് ആരാണോ പകർന്നു തരുന്നത്, ആര് പറയുന്നു എന്നല്ല, എന്ത് പറയുന്നു അവിടെ ചെന്നിരിക്കാൻ തയ്യാറാവുക. അത് തന്നെ വലിയ കാര്യമാണ്. ഈശ്വരാനുഗ്രഹം ഉള്ളവർക്കേ അതിന് സാധിക്കൂ. ഇങ്ങനെ ആ ചില്ല താന്നു വരുന്നത് പോലെ നീയും സമ്പന്നനാകുമ്പോൾ എന്ത് ചെയ്യണം? താഴത്തേക്ക് നോക്കണം എന്ന പാഠം പറഞ്ഞു കൊടുക്കുക. രണ്ടാമതായിട്ട്, നമ്മുടെ കയ്യിലുണ്ടാവുന്നതെല്ലാം നമ്മൾ സമ്പാദിക്കുന്നു നമ്മുടെ കുടുംബത്തിന് വേണ്ടിയിട്ടില്ലേ? ദാനധർമ്മത്തെക്കുറിച്ച് നമ്മുടെ ഗ്രന്ഥങ്ങൾ പറയുന്നുണ്ടെങ്കിലും അത് ആചരിക്കുന്നില്ല. ഈ മാവിനെ നോക്കൂ, ഒറ്റ മാങ്ങയെങ്കിലും എൻ്റെ മേലുണ്ടായതാച്ചിട്ട് ആ മാവ് കഴിക്കുന്നുണ്ടോ? ഇല്ല, എല്ലാം കൊടുക്കുകയാണ്. അപ്പം എന്താ? കൊടുക്കാനുള്ള ഒരു മനസ്സ് കുട്ടിക്ക് ഉണ്ടാക്കി തീർക്കുക. അതാണ് ഈ ദാനധർമ്മമൊക്കെ ചെയ്യുമ്പോൾ കുഞ്ഞുങ്ങളെ കയ്യിൽ കൊടുത്തിട്ട്, കൃഷ്ണനെ എങ്ങനെയാ നെല്ല് കൊണ്ടു കൊടുത്തത് അല്ലേ? അകത്ത് പോയി നെല്ല് വാരി നടക്കുന്ന വഴിയിലൊക്കെ കൊഴിഞ്ഞ് നെൽമണി പോയി 4 മണി മാത്രമാണ് കൊടുത്ത്. 4 മണി എത്ര ലക്ഷങ്ങളായി മാറി. ആ കൊടുക്കുന്ന കയ്യിൻ്റെ മഹത്വം എങ്ങനെ കൊടുക്കണം? തുറന്ന മനസ്സോടുകൂടി കൊടുക്കുക. ഈ വക ഗ്രന്ഥങ്ങളെക്കുറിച്ച് അറിഞ്ഞ് ആരാധിക്കുക. ഇനി ഇതിനൊന്നും പറ്റുന്നില്ല, പലരും പറയും ഇതൊക്കെ കേട്ടിറങ്ങി വന്ന ടീച്ചറെ ഒന്നിനും പറ്റുന്നില്ല, ആകെ പ്രാരാബ്ധ, എല്ലാവർക്കും 24 മണിക്കൂറല്ലേ ഉള്ളൂ. ആ 24 മണിക്കൂറിനെ 3 എട്ടുകളായി ഡിവൈഡ് ചെയ്ത 8 മണിക്കൂർ സുഖമായിട്ട് ഉറങ്ങുക, 8 മണിക്കൂർ ജോലി ചെയ്യാം, ബാക്കി 8 മണിക്കൂർ എങ്ങനെ ഉപയോഗിക്കുന്നു അതിനനുസരിച്ചാണ് നമ്മുടെ ആത്മീയോന്നതി. എന്താ കാരണം എന്നോ അങ്ങനെ പറയാൻ? നാരദ മഹർഷിയുടെ കഥ നിങ്ങൾക്കറിയുന്നുണ്ടാവും. ആരുമായാണോ നമുക്ക് സമ്പർക്കം ഉള്ളത് അതിനനുസരിച്ച് നമ്മുടെ ആത്മീയോന്നതി ഉയരും. ഇപ്പം ഇവിടെ നല്ലൊരു മാതൃസമിതി നാമജപം ഒക്കെ വെച്ചു നിങ്ങളല്ലേ? എന്തിനാ ക്ഷേത്രത്തിലെ നാമജപം വെക്കണേ? എന്തിനാ ക്ഷേത്ര ആരാധന? ആത്മബലം ഉണ്ടാവാനാ. കാരണം നമ്മൾ ഈ ദേവത, ഇവിടെ ദേവൻ അയ്യപ്പസ്വാമിയാണ്, അപ്പുറത്ത് ഭഗവതി ഉണ്ട്, ഏത് തേവരാണെങ്കിലും അവിടെ വന്ന് ആ ഭഗവതിയുടെ പാതാരവിന്ദങ്ങളെ അങ്ങോട്ട് ശരണം പ്രാപിക്കുക. ആ തൊഴുത് നമസ്കരിച്ച് ഇവിടെ അങ്ങോട്ട് വന്നിരുന്നിട്ട് എന്ത് ചെയ്യുന്നു? നിങ്ങൾ ലളിതാ സഹസ്രനാമം അങ്ങോട്ട് പാരായണം ചെയ്യുക. അതോടുകൂടി ശരീരവും മനസ്സും ശുദ്ധീകരിക്കും. പരിശുദ്ധമായ ഒരു ശരീരത്തിന്, പരിശുദ്ധമായ ഒരു മനസ്സിന് മാത്രമേ എന്തിന് സാധ്യമാകൂ? നല്ലത് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യമാകൂ, ആരോഗ്യപ്രദമായ ഒരു ജീവിതം നയിക്കാൻ സാധ്യമാകും. അതിനാണ് എന്ത്? ക്ഷേത്ര ആരാധന വെച്ചിരിക്കുന്നത്. ഉപാസനകളിൽ ആദ്യത്തേതാണ് ക്ഷേത്ര ആരാധന. എന്നും വന്ന് തൊഴുതു പോയാൽ മതിയോ? LKG എന്നും LKG ഇരുന്നാൽ മതിയോ? അവിടെ നിന്നും ഉയരാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഒരു മാതൃസമിതി കൂട്ടായ്മ, എന്താ സത്സംഗം ഉണ്ടാവുക. ഇപ്പോൾ നമുക്ക് സമ്പർക്കം പുലർത്തുന്നത്, ഇപ്പോൾ മാതൃസമിതി പറഞ്ഞിവിടെ ജോയിൻ ചെയ്യുന്ന എല്ലാവരും ആത്മീയമായി ഇത്തിരിയെങ്കിലും അറിവുള്ളവരാവും. അപ്പോൾ അങ്ങനെയുള്ളവരുമായി സമ്പർക്കം
സമ്പർക്കം കൂടുമ്പോൾ നമ്മുടെ ആത്മീയത ഒന്നുകൂടി ഉയരും. നമ്മുടെ ആത്മീയ ഉന്നതിക്ക് വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? നല്ലവരുമായി സംസർഗം ഉണ്ടായിരിക്കണം. അപ്പോൾ ക്ഷേത്രത്തിൽ വന്നാലോ ആത്മീയമായ അറിവുള്ളവരെ അവിടെ ഉണ്ടാവൂ, അല്ലാത്തവർ അങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ല. വേറെ എവിടെയെങ്കിലും പോയി സുഖിച്ച് ജീവിക്കണം. എന്നിട്ട് എന്താ അവസാനം ഉണ്ടാവണേ? ഇവിടെ സുഖിച്ച് എന്നും ഇങ്ങനെ ഇരിക്കാൻ പറ്റുമോ? 10 വർഷം മുമ്പ് ഈ ശരീരം എങ്ങനെയാണോ? അല്ല. ഇനി 10 വർഷം കഴിഞ്ഞാൽ നമ്മളിവിടെ ഉണ്ടാവുമോ? അതുപോലും അറിയില്ല. അപ്പൊ പിന്നെ എന്താ ചെയ്യേണ്ടത്? അറിവ് എന്താണ്? പ്രജ്ഞാനം ബ്രഹ്മ. അറിവ് സമ്പാദിക്കുക പറഞ്ഞാൽ എത്രയായാലും നമ്മുടെ അറിവ് തീരലില്ല. എത്ര നേടിയാലും അത് അവസാനിക്കില്ല. പ്രത്യേകിച്ചും ഹൈന്ദവന് നമുക്ക് 2000-ത്തിലധികം അടിസ്ഥാന ഗ്രന്ഥങ്ങളാണ്. അതിൻ്റെ വ്യാഖ്യാനങ്ങളും മറ്റും ആയിട്ട് ലക്ഷക്കണക്കിന് ഗ്രന്ഥങ്ങളാണ്. അതിൽ ഒന്നെങ്കിലും സ്വന്തമാക്കുക എന്ന് പറയുമ്പോൾ ഗ്രന്ഥവും കയ്യിൽ പിടിച്ച് പോവും ചിലരല്ലേ. അപ്പോൾ ക്ഷേത്രത്തിലേക്ക് വരുമ്പോൾ ഗ്രന്ഥവുമായിട്ട് വരിക. ഇവിടെ ഇരുന്ന് ലളിതാ സഹസ്രനാമം ജപിക്കാം, ഭഗവത് സേവ ഇന്നത് ജപിക്കണം എന്ന് പറയുമ്പോൾ ചിലർക്ക് അറിയുണ്ടാവില്ല. അപ്പോൾ ഇത് തുറന്നു വെക്കുമ്പോൾ ഒരു ആത്മബല. ചിലരാണ് തുടങ്ങും ഓം ശ്രീമാതാ ശ്രീ മഹാരാജ്ഞി എന്നും പറഞ്ഞിട്ട് കാണാതെ ചൊല്ലും. അതേസമയം ചിലരെന്ത് ഇതൊന്ന് തുറന്നു വെക്കും, അഥവാ തെറ്റണ്ട. അപ്പം എന്താ? ഗ്രന്ഥങ്ങൾ നമ്മളോട് സംസാരിക്കുന്ന ഗുരുക്കന്മാരാണ്. അല്ലാതെ മതപാഠശാല തുടങ്ങി ഹൈന്ദവന് ഒരു ക്ലാസ് കൊടുക്കണ കാര്യം ചിന്തിക്കാൻ പോലും പറ്റില്ല. അപ്പോഴേക്കും അവിടെ രാഷ്ട്രീയം വരും, എല്ലാം വരും. മറ്റുള്ളവരെ നോക്കൂ, എല്ലാ രാഷ്ട്രീയക്കാരും ഒരേ പുല്ലായാലും ഒതെടുത്തിരുന്നിട്ട് ഒരേ സമയം നിസ്കരിക്കും. ഏത് പള്ളിയായാലും കുഴപ്പമില്ല. നമ്മളെന്താ നോക്കുക? ആദ്യം ഏത് രാഷ്ട്രീയക്കാരനാ അവിടുത്തെ സെക്രട്ടറി, പ്രസിഡന്റ്. ശരിക്ക് ആത്മീയതയിൽ അതിൻ്റെ ആവശ്യമേ ഇല്ല. അതൊന്നും അങ്ങോട്ട് പോകുമ്പോൾ കൊണ്ടുപോകാൻ പറ്റില്ല. എന്നും ഈ ശരീരത്തിൽ ഇങ്ങനെ ഇരിക്കുക എന്നാണോ വിചാരം? മരണം. എന്താണ് മരണം? ഇതൊരു വലിയ സംശയമാണ്. ഞാൻ ഇവിടെ കുറെ കാലം അങ്ങനെ ജീവിച്ചു. 4 ആശ്രമങ്ങൾ. ഇപ്പം 50 വയസ്സായി ടീച്ചറെ, ഇനിയിപ്പോൾ മതി, ഞാനൊക്കെ നിർത്തി ഗ്രന്ഥത്തിലേക്കൊക്കെ വന്നു. 50 വയസ്സാകുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? 50 വയസ്സാകുമ്പോഴേക്കും നമ്മൾ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളെ ജയിക്കണം എന്നാ പറയുക. അപ്പോൾ ഇത്രയും കാലം ജീവിച്ചു, എത്ര പെട്ടെന്ന് ആ ജീവിതം തീർന്നു പോയതെന്ന് തോന്നുന്നില്ലേ? ഇത്രയേ ഉള്ളൂ. കണ്ണടച്ച് തുറക്കുമ്പോഴേക്ക് ഭാഗവതം എന്താ പറഞ്ഞത്? അസാരി സംസാരി വിഷസംഗാകുലധിയ ക്ഷണാർദ്ധം. ഒരു ക്ഷണ നേരത്തെ ജീവിതേ നമുക്കുള്ളൂ. ഈ സംസാര സാഗരത്തിൽ അങ്ങനെ മുങ്ങി നിവർന്നു പോകുമ്പോൾ എന്തേ വേണ്ടൂ? ഇത്തിരി ആത്മീയമായ ആ ഒരു ഫലം. പരീക്ഷിത്തിനെ പോലെ, പരീക്ഷിത്ത് മഹാരാജാവ് അതാണ് തെളിവാണ്, സാക്ഷിയാണ് പരീക്ഷിത്ത് എന്നാ പറയണത്. അപ്പൊ മോക്ഷം കിട്ടുമോ ടീച്ചറെ? കിട്ടും, ഉറപ്പാ. എന്ത് ചെയ്യണം? ആശ്രമങ്ങളിലൂടെ പോകുമ്പോൾ 50 വയസ്സാകുമ്പോഴേക്കും പഞ്ചേന്ദ്രിയങ്ങൾ ജയിക്കുക. എന്തൊക്കെ പഞ്ചേന്ദ്രിയങ്ങള്? കണ്ണ്, മൂക്ക്, നാക്ക്, തൊക്കെ, ചെവി, ഇതൊക്കെ നമ്മുടെ മുഖത്ത് തന്നെ കാണാം. ശരീരാസകലുള്ളതൊന്നും എന്ത് തൊക്കെയുള്ളൂ. ഈ ഇന്ദ്രിയങ്ങളുടെ പിറകെ പോവാതെ, ഇപ്പോൾ വൈകുന്നേരമായി കളമ്പാട്ടുണ്ട്, ഞാനിപ്പോൾ ഇതൊന്ന് തോണ്ടട്ടെ, അല്ലെങ്കിൽ ഇത് ഒന്ന് ഓണാക്കട്ടെ, ടി വിയുടെ മുന്നിലായിരിക്കും. അത് വേണ്ടാന്ന് തോന്നി ഇവിടെ വരാൻ തോന്നിയില്ലേ? ഇന്ദ്രിയങ്ങളെ നിങ്ങൾ ജയിച്ചു. ഇനി 60 വയസ്സായി, അങ്ങനെ ഇന്ദ്രിയങ്ങളെയൊക്കെ ജയിച്ച് അതിൻ്റെ പിറകെ പോവാതെ ക്ഷേത്രത്തിലൊക്കെ വന്ന് ഇത്തിരി ഗ്രന്ഥവും നാമജപമൊക്കെ ആയി അങ്ങനെ ഒരു ആത്മീയ സംസ്കാരം കൊണ്ട് നടക്കുന്ന വ്യക്തിക്ക് 60 വയസ്സാകുമ്പോഴേക്കും ഷഡ്വൈരികളെ പോലെ ആകണം. എന്താ ഹരിനാമകീർത്തനം പറയണത്? ഷഡ്വൈരികൾക്ക് വിളയാട്ടത്തിനാക്കരുതു ചിത്താംബുജം മമത വാസ്ഥാനരംഗമിതു. ഷഡ്വൈരികൾ ആരൊക്കെയാ? കാമ, ക്രോധ, ലോഭ, മത, മോഹ, മാത്സര്യാദികൾ. ഇതൊക്കെ ഒരുപാട് പറയാനുള്ള വിഷയങ്ങളാട്ടോ. നമുക്ക് കാമം, ആഗ്രഹമാണ്, എനിക്ക് അത് നേടണം, ഇത് നേടണം. 60 വയസ്സൊക്കെ ആകുമ്പോഴേക്ക് ആഗ്രഹങ്ങളെയൊക്കെ പൂട്ടി വെക്കുക. പിന്നെയോ ക്രോധം, മറ്റുള്ളവരോട് ദേഷ്യപ്പെടലാണ് നിർത്തുക. എന്താ ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് എന്തൊരു സമാധാന. ഇവിടെ വരാൻ പറ്റണില്ല ടീച്ചറെ, എന്താ കാരണം? നമ്മുടെ മനസ്സാ. മന ഏവ മനുഷ്യാണാം ബന്ധമോക്ഷൈവ കാരണം. മനസ്സ് തന്നെയാണ് നമ്മളെ ബന്ധത്തിലും മോക്ഷത്തിലും എത്തിക്കുന്നത്. മനസ്സിനുള്ള പ്രത്യേകത എന്താ? മനസ്സിങ്ങനെ തീരുമാനിക്കുത്ര, ഇതെനിക്ക് സുഖമാണ്. എന്താ അമ്പലത്തിൽ പോയിരുന്ന എനിക്ക് സുഖമാണ്. അതേസമയം ഒരാൾ വിചാരിക്കുക എനിക്ക് ഈ വീട്ടിലിരുന്ന ഇതിൽ ഈ സീരിയൽ കാണൽ ഇതെന്നെ സുഖം. അതാ പറഞ്ഞത്, മനസ്സാണ് ബന്ധത്തിനും മോക്ഷത്തിനും കാരണം. ആ മനസ്സിനെ എന്ത് ചെയ്യണം? ആത്മാവിലേക്ക് അങ്ങോട്ട് ഉയർത്താൻ ആത്മീയ സംസ്കാരത്തിലൂടെ ഒരു ജീവിതം നയിക്കുക. ഇങ്ങനെ കാമ, ക്രോധ, മത, മോഹ, മാത്സര്യങ്ങളൊക്കെ മാറ്റി നിർത്തി 70 വയസ്സാകുമ്പോഴേക്കും സപ്തർഷികളെ പോലെ ആയിരിക്കണം എന്നാ നിങ്ങൾ പറഞ്ഞില്ലേ? ക്രതു, പുലഹ, പുലസ്ത്യ എന്ന് പറഞ്ഞിട്ട് നാരായണീയം പറയുന്നുണ്ടല്ലോ. മഹർഷീശ്വരന്മാരെ പോലെ ജീവിക്കുക. 70 കഴിഞ്ഞ്, അതാണ് സന്യാസം എന്നുള്ള കാലഘട്ടം. പിന്നെ 80 ആവുമ്പോഴേക്കും എന്ത് ചെയ്യണം? അഷ്ടദിക്പാലകന്മാരെ പോലെ വിളങ്ങണം. 90 ആവാനുണ്ടാവുകയാണെങ്കിൽ നവഗ്രഹങ്ങളെ പോലെ ജ്വലിക്കണം. അപ്പം നമ്മുടെ ജീവിതം എങ്ങനെ അടുക്കും ചിട്ടയാക്കണ്ടേ? മനസ്സിലായല്ലോ. ആത്മീയ സംസ്കാരത്തിലൂടെ, അതായത്
രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നിവർന്നിരിക്കണം. എന്തിനാ നിവർന്നിരിക്കണേ? ഹൈന്ദവന്റെ എല്ലാ ആചാരങ്ങളും സയൻസാ. ഇന്നിപ്പോൾ മരിച്ച വീട്ടിൽ പോയി വന്നു, കുളിച്ചു ഞാൻ. അപ്പം തന്നെ മോള് ചോദിച്ചു, എന്തിനാ ഇപ്പോൾ ഒരു കുളിയൊക്കെ? അതൊരു സയൻസാ സത്യത്തിൽ. നമ്മളെന്താ പറയാ, അയ്യോ മരിച്ചു, പെലുണ്ട്, അശുദ്ധായി, കുളിക്കണം, അതാണ് നമ്മുടെ മനസ്സിൽ. പക്ഷേ സയൻസ് എന്താ അതിന് പിറകിലുള്ള? ഒരു വ്യക്തി മരിക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു അസുഖം വരണം, ഇല്ലേ? ആ അസുഖം വന്ന വ്യക്തി മരിച്ചു കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിന്നും 9 തുളകളാണ് നമ്മുടെ ശരീരത്തിന്. 9 തുളകളിലൂടെയും പല കാര്യങ്ങളും സെക്രീഷൻസും പുറത്തേക്ക് വരാനൊരു പ്രവണത ഉണ്ടാവും. ആ ഓരോത് കണ്ടില്ലേ, പഞ്ഞിയൊക്കെ വെക്കണതിന് വേണ്ടിയിട്ടാണ്. അത് ആ അന്തരീക്ഷത്തെ മലിനമാക്കും. ആ മലിനമായ അന്തരീക്ഷത്തിൽ പോയി കുറച്ച് സമയം അവിടെ നിന്ന് പ്രാർത്ഥിച്ച് അതിനെ ആ ബോഡിന്നാ പിന്നെ പറയാം, പേരൊന്നുമില്ല, നമസ്കരിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മളുടെ മേലെ അശുദ്ധിയാണ്. അതാണ് അശുദ്ധി എന്ന് പറയണത്. എന്താ? ഈ മാലിന്യങ്ങൾ അല്ലെങ്കിൽ ഈ രോഗാണുക്കൾ നമ്മുടെ ശരീരത്തിലുണ്ടാവും. പണ്ട് പൂർവികരെ ഉമ്മർത്തൊരു കിണ്ടി വെള്ളം വെക്കുമായിരുന്നു, ഇല്ലേ? കയ്യും കാലും മുഖം കഴുകിയിട്ടേ അകത്ത് കയറുള്ളൂ. ഇപ്പോൾ കൊറോണ വരേണ്ടി വന്നു നമ്മളത് ചെയ്യാൻ. ഇപ്പോൾ പൈപ്പുണ്ട് സൗകര്യം, എന്നാലും കയ്യും കാലും മുഖം കഴുകില്ല. ഇതാ പറഞ്ഞത് ഹൈന്ദവന്റെ ആചാരങ്ങൾ സയൻസാണ്. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നോക്കൂ, നിവർന്നങ്ങോട്ട് ഇരിക്കാതെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്ന് ആ ബ്ലഡ് സർക്കുലേഷൻ്റെ പൊസിഷൻ മാറും. ഇങ്ങനെ കിടക്കുമ്പോൾ ഇങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ. പെട്ടെന്ന് എഴുന്നേറ്റ് നിൽക്കുമ്പോൾ അത് മാറുമ്പോൾ നമുക്ക് ബ്ലഡ് പ്രഷർ വേരിയേഷൻ വരും. അതായത് പ്രഷർ വേരിയേഷൻ വരുമ്പോൾ നമ്മൾ തല കറങ്ങി വീണാം. അപ്പം പല മുത്തശ്ശിമാരൊക്കെ രാവിലെ എഴുന്നേറ്റ് നിന്ന് സമയം നോക്കിയതാണ്. ഞങ്ങളുടെ കുടുംബത്തിലൊരു മുത്തശ്ശി ക്ലോക്കിലേക്ക് നോക്കാൻ ശരിക്കും എഴുന്നേറ്റ് നിൽക്കേണ്ട കാര്യം ഉണ്ടായിരുന്നില്ല, അതേ കിടക്കണു, തണ്ടലൊടിഞ്ഞു, ഇത്രയേ ഉള്ളൂ. അപ്പോൾ അതെന്താ? സയൻസാണ്. നമ്മുടെ ശരീരത്തിലെ ആ രക്തചംക്രമണത്തെ ഒന്ന് ശരിയാക്കാനാ എഴുന്നേറ്റിരുന്ന് 1 മിനിറ്റ് 1 സെക്കൻഡെങ്കിലും നീ നിന്റെ ഇഷ്ടദേവതയോട് സുദിനത്തിനായി പ്രാർത്ഥിക്കണം. ശങ്കരാചാര്യസ്വാമി പറയുന്നതാ. അത് കഴിഞ്ഞാൽ പിന്നെ ആദ്യം എന്താ നമ്മൾ ആലോചിക്കുക? അയ്യോ ആരെയാണാവോ ഇനിയിപ്പോൾ കണി കാണുക, അല്ലേ? അപ്പം എന്താ ആലോചിക്കുക? കരാഗ്രേ വസതി ലക്ഷ്മി, കരമധ്യേ സരസ്വതി, കരമൂലേതു ഗോവിന്ദ, പ്രഭാതേ കരദർശനം. കയ്യ് നെയ്യ് വെണ്ണ പശു, കയ്യ് അടുത്ത് തന്നെയുണ്ട്. കയ്യിൽ തന്നെ ആരുണ്ട്? ത്രിദേവതകളും ത്രിമൂർത്തികളുണ്ട്. കയ്യിലേക്ക് നോക്കി പ്രാർത്ഥിച്ചുകൊണ്ട് ഭൂമി വന്ദനം ചെയ്ത്, എന്താ? സമുദ്രവസനേ ദേവി. ഭൂമി വന്ദനം ചെയ്യുമ്പോൾ പാദഹസ്താസന യോഗയാണ് അത് ശരിക്ക്, അതും സയൻസ് അല്ലേ? എന്നിട്ടോ നേരെ ഗംഗേ ജയമുനേ ചൈവ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു. ആ വെള്ളത്തിൽ സപ്തസിന്ധുക്കളെ ആവാഹിച്ചുകൊണ്ട്, അമ്മേ ഞാൻ എൻ്റെ മാലിന്യങ്ങളെ തരാൻ പോവുക, അമ്മയുടെ ശുദ്ധി എനിക്ക് തരയണമേ എന്ന് പ്രാർത്ഥിച്ച് ശരീരവും മനസ്സും ശുദ്ധമാക്കിക്കൊണ്ട് ഒരു കുളി അങ്ങോട്ട് പാസ്സാക്കുക. അങ്ങനെയാണ് പഞ്ചശുദ്ധി പാലിക്കണം എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പഞ്ചമഹായജ്ഞങ്ങളും, ഇതൊക്കെ ഒരു ഒറ്റ പ്രഭാഷണത്തിലുള്ള വിഷയങ്ങളാട്ടോ. പഞ്ചമഹായജ്ഞങ്ങളിലൂടെ പോകണം എന്ന് ഷോഡശ സംസ്കാരം പറയാം. എന്ത് ചെയ്യണം? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ബ്രഹ്മമുഹൂർത്തത്തിലൊന്നും വേണ്ട, രാവിലെ മതി. എന്താ? ബ്രഹ്മയജ്ഞം. ഒരു 5:30 ശേഷം എഴുന്നേറ്റ് കുളിച്ച് വിളക്ക് വെക്കുന്നത്. എന്തെങ്കിലും ഗ്രന്ഥം, ഏതെങ്കിലും, ഇപ്പോൾ വൈശാഖ മാസമല്ലേ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്. എന്താ സഹസ്രനാമത്തിൽ പറയുന്നത്? വാസനാൽ വാസുദേവസ്യ വാസിദം ഭുവനത്രയം സർവഭൂത നിവാസോസി വാസുദേവ നമോസ്തുതേ. ചിലർ പറയും എന്നെ കൊണ്ടൊക്കെ അത് പറ്റുമോ? എല്ലാ ജീവജാലങ്ങളുടെ ഉള്ളിലും എന്താ ഉള്ളത്? ഈശ്വരീയമായ അംശമാണ് ഇരിക്കുന്നത്. ഞാൻ തന്നെയാണ് നിങ്ങളുടെ ഉള്ളിലെന്ന് ഭഗവാൻ എത്രയോ സമയം പറയുന്നുണ്ട്. സന്ധ്യാവന്ദനത്തിലൊക്കെ പറയുന്നുണ്ട്, ആദിത്യനും ബ്രഹ്മമാണ്, ഞാനും ബ്രഹ്മമാണ് എന്ന്. അപ്പം എന്താ? ഈ ബ്രഹ്മത്തിന് ഈ ഒരു അംശാവതാരങ്ങളാ ഓരോ മനുഷ്യനും. അതിന് എന്ത് ചെയ്യണം? പരമാത്മാവിലേക്ക് അങ്ങോട്ട് ചേർക്കണം. ഈ ശരീരം പഞ്ചഭൂതങ്ങൾ കൊണ്ട് നിർമ്മിതമായി, അത് ഓട്ടോമാറ്റിക്കലി പഞ്ചഭൂതങ്ങളായി വിഘടിച്ച് മരിച്ചാൽ ഈ ഭൂമുഖത്തേക്ക് ലയിച്ചു ചേരും. വന്നപ്പോൾ കൊണ്ടുവന്നതല്ലോ ഈ ശരീരം. കുഞ്ഞുകുട്ടിയായിരുന്നില്ലേ? 60 കിലോ ആക്കി മാറ്റിയത് എവിടുന്നാ? ഈ പ്രപഞ്ചത്തിന്ന്, പ്രകൃതിയിൽ നിന്ന് എടുത്തിട്ടല്ലേ? പക്ഷേ നമ്മുടെ ഉള്ളിലുള്ള ഈ ആത്മാവ് ഭഗവാനിൽ നിന്നും വന്നത് നേരിട്ട് അങ്ങോട്ട് പോയി ചേരില്ല. അതിനെന്ത് വേണം? ആത്മീയമായ സംസ്കാരം, നാമജപം, ആത്മബലം വേണം. ആത്മാവിനെ ഈ ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ ഉയർത്തണം. അതാണ് ഹൈന്ദവന്റെ സംസ്കാരം പറയുന്നത്. ആത്മീയത പ്രാരബ്ധം അനുഭവിച്ചു കൊണ്ട് മാത്രമേ നിങ്ങൾക്ക് ചെയ്യാൻ കഴിയൂ. എന്ത് ചെയ്യണം? ആത്മീയത, അനുഭൂതി ഈ ശരീരത്തിലിരുന്നു കൊണ്ട് തന്നെ നിങ്ങൾ അനുഭവിക്കണം. അതെങ്ങനെയാണ് അനുഭവിക്കുക? ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുമ്പോൾ അരമണിക്കൂറായത് അറിഞ്ഞില്ലല്ലോ, ഇപ്പം തന്നെ നീട്ട് പോണച്ചിട്ട് ഇരുന്നതല്ലേ
നിങ്ങൾ? 1 മണിക്കൂർ, 2 മണിക്കൂർ, 3 മണിക്കൂർ ഇരുന്നാലും നമ്മളിങ്ങനെ ഇരിക്കും. എന്താ കാരണം എന്നറിയോ? എം ഭാവം സ്മരൻ. ഏതൊരു ഭാവത്തിലാണോ നമ്മൾ ഇരിക്കണേ നമ്മൾ അതന്നെയായി മാറും. ഇപ്പം എന്താ പറഞ്ഞുകൊണ്ടിരുന്നത്? ആ പ്രഭാഷണമാണ്, ഈശ്വര കഥകളാണ്, അത് കേൾക്കാമെന്ന് വിചാരിച്ചില്ലേ? അപ്പം ഈശ്വരൻ എന്നുള്ള ആ ഒരു ചിന്ത മനസ്സിലേക്ക് കയറിയപ്പോൾ നമ്മളും എന്തായി മാറി? ഈശ്വരനായി തന്നെ മാറി. അപ്പം ഇത് മതിയോ? ഇവിടെ നിർത്തണോ? രാമകൃഷ്ണ പരമഹംസർ പറയുന്നുണ്ട്, നിങ്ങൾ കുറച്ച് ആത്മീയമായ ഉന്നതി നേടി ഒക്കെ അയച്ച് അവിടെ നിർത്തണ്ട. എന്ത് ചെയ്യണം? കുറച്ചുകൂടി മുന്നോട്ട്. എന്താ? നേതി എന്ന് ഉപനിഷത്തുക്കൾ പറയാ. അതല്ല ഇനിയും ഉള്ളിലേക്ക് പോകണം. എവിടെ എത്തണം? ഗുരുവായൂരെത്തിയ പറയില്ലേ, മുന്നോട്ട്. അവിടെ നിൽക്കാൻ സമ്മതിക്കോ? ഇതിൻ്റെ ഉള്ളിലൊന്നും അല്ല. ഇതൊക്കെ എന്താ? വെറും LKG ആണ്. അമ്പലത്തിൽ പോയി തൊഴല്. എന്ത് ചെയ്യണം? നേരെ ഉയരങ്ങളിലേക്ക് എത്താൻ ഗ്രന്ഥങ്ങളിലൂടെ പോകണം. ഇനി ഈ ഒരു ചെറിയ ക്ഷേത്രമാണെങ്കിലും എന്തിനാ ഇത്രയും പ്രാധാന്യം നിങ്ങൾ കൊടുക്കണേ? അതും കൂടിയും പറയാം. ക്ഷേത്രം ചെറുതാണോ വലുതാണോ എന്നുള്ളതല്ല. നമ്മളുടെ വീടിൻ്റെ ഏറ്റവും അടുത്തുള്ള ക്ഷേത്രം, ഗ്രാമദേവത അല്ലെങ്കിൽ ഗ്രാമദേവൻ, അവരെയാണ് നമ്മൾ ഉപാസിക്കേണ്ടത്. അപ്പോൾ ഇതൊക്കെ ചെറുതല്ലേ? നേരെ ഗുരുവായൂർക്കണ്ട് പോയാലോ? ഭഗവാൻ ഒരു 4 മണിക്കൂർ അവിടെ നിർത്തും. ക്യൂ നിൽക്കവിടെ. അവിടെ അടുത്തുള്ള അമ്പലത്തിൽ പോവാതല്ലേ വന്നത് എന്ന് ചോദിച്ചിട്ട്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? അതിലും അപ്പുറം മരണം, രാത്രി, യമൻ, കാലൻ വന്നു എന്നിങ്ങനെ സങ്കല്പിച്ചോളൂ. എന്നായും വരും, ഉറപ്പാണല്ലോ. നമ്മളതിന് വിധേയരാണ്. ആ കാലൻ്റെ ഉരുട്ടിമിഴിച്ച കണ്ണും പോത്തും ഒക്കെ കാണുമ്പോൾ നമുക്ക് പേടിയാവും. അപ്പോൾ ഇത്തിരി ആത്മീയ സംസ്കാരം ഉണ്ടെങ്കിൽ നമ്മൾ അപ്പം എന്താ വിളിക്കുക? സ്വാമിയേ ശരണമയ്യപ്പ, ദേ വരുന്നു എന്നെ കൊണ്ടുപോകാനേ എന്ന് പറയൂലേ? അജാമിളൻ നാരായണ എന്ന് വിളിച്ചതുപോലെ, അല്ലെങ്കിൽ ഭഗവതീനെ ശ്രീഭദ്രേ ഓം ശ്രീ മഹാദേവി നമ ഒരു നാമജപത്തോട് കൂടി മരിച്ചാൽ മോക്ഷം കിട്ടുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഒരു നാമം അങ്ങോട്ട് ചൊല്ലും. ആ സമയത്ത് നമ്മൾ വിളിച്ച ഏറ്റവും അടുത്തുള്ള ആൾക്കല്ലേ വേഗം കേൾക്കുക. ഈ ഭഗവതി ശ്രീഭദ്ര നിങ്ങളുടെ അടുത്തേക്ക് ഓടി വരും. നമ്മൾ നാമം ജപിക്കുന്നുണ്ടെങ്കിൽ, ഭസ്മധാരണം ചെയ്തിട്ടുണ്ടെങ്കിൽ ഒരിക്കലും യമദൂതന്മാർക്ക് നമ്മളെ കൊണ്ടുപോകാൻ പറ്റില്ല. ആരാ കൊണ്ടുപോവുക? ഭസ്മം ധരിച്ചവനെ ശിവലോകത്തേക്ക്, ബ്രഹ്മലോകത്തേക്കാൾ വലുതാണത്രേ ശിവലോകം. ശിവപുരാണം പറയുന്നതാ. ശിവലോകത്തേക്ക് കൊണ്ടുപോകും. അതുപോലെ നാമം ജപിച്ചു കഴിഞ്ഞാൽ ഭദ്രയുടെ കിങ്കരന്മാരെ വിട്ട് അങ്ങോട്ട് എത്തിക്കും, നമ്മളെ വിഷ്ണു പാദത്തിൽ ചേർക്കുന്ന. ഇതിനൊക്കെ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഏറ്റവും അടുത്തുള്ള ദേവതയെ ഉപാസിക്കണം. മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു സെറ്റും ഇതൊക്കെ ചിറ്റി ഒരു ഗ്രൂപ്പാണ് മാതൃസമിതിയാ പറഞ്ഞിട്ട് ചെന്ന് നോക്കൂ ഗുരുവായൂർക്ക്. അവിടുത്തെ അമ്മമാരുണ്ടാവും. അവിടെ ഭയങ്കര മാതൃസമിതിയാണ്. ആ ലോക്കലായവർക്ക് കാർഡ് വരെ ഉണ്ട്. അവർ നമ്മളെ പിടിച്ച് പുറത്തേക്കാക്കും. ഞങ്ങളാണ് ഇവിടെ ലീഡേഴ്സ് എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ഹീറോകളാകാൻ എവിടെ കഴിയൂ? നമ്മളെ ഏറ്റവും അടുത്ത ക്ഷേത്രത്തിലേ കഴിയൂ. നമ്മളിപ്പോൾ ഒരുപാട് ഉണ്ട് വെച്ചുണ്ടാക്കി സുഖിച്ച് ജീവിച്ചു എന്ന് കൂട്ടിക്കോളൂ. ഈ അമ്പലത്തേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്ന് കൂട്ടിക്കോളൂ. അവസാന സമയത്തെക്കുറിച്ച് ചിന്തിച്ചു നോക്കൂ. ആ സമയത്താണ് എന്ത് ചിന്തിക്കുന്നത്? റിട്ടയർ ആയിട്ട് പറയും ചിലർ, ടീച്ചറെ കാല് മടങ്ങുന്നില്ല കേട്ടോ, കണ്ണ് കാണുന്നില്ല കേട്ടോ, ഈ ഗ്രന്ഥം എനിക്കൊന്ന് വായിക്കണം. നാരായണീക്കാരൊക്കെ ഉണ്ടാവുമല്ലോ ഇവിടെ അല്ലേ? നാരായണീയെ ഇങ്ങോട്ട് എടുത്തു വെച്ചു. അപ്പം എനിക്ക് അയ്യോ സാന്ദ്രാനന്ദം ഒന്നും പറ്റുന്നില്ല ടീച്ചർ. എന്നും ഒരാൾ പറഞ്ഞു, അയ്യോ ടീച്ചറെ എത്തിരി ബുദ്ധിമുട്ടാണ്, ഗീതയാണ് സുഖമെന്ന്. അപ്പം ഞാൻ പറയും 68ാമത്തെ ദശകത്തേക്കാണ് കയറിക്കഴിഞ്ഞാൽ എന്താ ഗോപികാഗീതം സുഖമായിട്ട് അല്ലേ? തവ വിലോകനാൽ ഗോപികാജന പ്രമദ സങ്കുല പങ്കജേക്ഷണ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ അവിടെ ഇരിക്കും. പക്ഷേ ഒന്നും ചൊല്ലാൻ അറിയുന്നില്ലേക്ക് നാരായണീയൻ ചൊല്ലിയേ പറ്റൂ എന്ന് പറയുന്നവരോട് ഞാൻ പറയും, ഈ ഗോപികാഗീതം അങ്ങോട്ട് വായിച്ചോളൂ, എന്ത് സുഖ. 99ാമത്തെ ദശകം എത്തുമ്പോൾ എന്താ വേദമന്ത്രങ്ങൾ മാത്രമാണ് പറയുന്നത്. 92ലാണ് ഏകാദശിയെ കുറിച്ച് പറയുന്നത്. ഗംഗാഗീതാജ ഗായത്ര വിജയ കുളസിക ഗോപിക ചന്ദനം എന്നും പറഞ്ഞിട്ട് ഇങ്ങോട്ട് വരും. എന്ത് സുഖമായിട്ടാ. എന്നിട്ട് അത് അവസാനിപ്പിക്കുമ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ ഇരുന്നാൽ മതി എന്നാണോ? ഏദിഹ നിഗദിതം. വേദങ്ങൾ പറയുന്നുണ്ട്, കൃഷ്ണ അങ്ങയെ ഭജിക്കണം, അങ്ങയുടെ അവതാരങ്ങളെ കീർത്തിക്കണം എന്ന്. അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇതൊക്കെ എഴുതിയത്. അജ്ഞാത്വാദേ മഹത്വം, എനിക്കൊന്നും അറിയില്ല അങ്ങയുടെ മഹത്വം, വർണ്ണിക്കാൻ കഴിയില്ല. വർണ്ണിക്കാൻ കഴിയാത്ത അങ്ങയുടെ ഭാവങ്ങളെ രൂപങ്ങളെ ഞാൻ പരിമിതമായ വാക്കുകളിലൂടെ വർണ്ണിച്ചു. കൃഷ്ണ എന്നോട് ക്ഷമിക്കണമേ. പിന്നെന്താ പറയുന്നതെന്നറിയോ? ആയുരാരോഗ്യ സൗഖ്യം ഒക്കെ മുഴുവനായിട്ട് ചൊല്ലണം. അപ്പോഴാണ് നിങ്ങൾക്ക് അതിൻ്റെ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. എനിക്ക് ആയുസ്സും ആരോഗ്യവും സുഖവും തരേണമേ. എത്ര ബുദ്ധിമാനാ ഭട്ടേരിപ്പാടെ. ചിന്തിച്ചു നോക്കൂ. ഈ മലപ്പുറം ജില്ലയിൽ ജനിച്ച് ജീവിച്ച് ഭഗവാനിൽ മോക്ഷം പ്രാപിച്ച ആളാണ് ആര്? 4 ആൾക്കാരുണ്ട്. ഒന്ന് പൂന്താനം തിരുമേനി, ഭട്ടേരിപ്പാട്. പൂന്താനം എന്താ പറഞ്ഞ്? ജീവിതത്തിൽ
വേദനകളെ ഉത്സവങ്ങളാക്കി മാറ്റിയ ആളാണ് പൂന്താനം. എന്തായിരുന്നു വേദന? കുറെ കാലം ചോദിച്ചു, കൃഷ്ണ എനിക്കൊരു കുട്ടിയെ തരണേ, നമ്മുടെ കൂടെയുണ്ട് പലരുല്ലേ. അവസാനം അതിന് യോഗമില്ല, എന്നാലും പിന്നെ ഉണ്ടായി കഴിഞ്ഞാൽ ആകെ കൂടെ ഇല്ലെങ്കിൽ ഇല്ല എന്നൊരു ദുഃഖമുള്ള ഉണ്ടെങ്കിൽ പല ദുഃഖാന്ന് പറയും അമ്മ. അതുപോലെയാണ്. അപ്പോൾ കുട്ടിയെ കൊടുത്തു. കുട്ടീനെ കൊടുത്തു. 6-ാം മാസം അല്ലേ അന്നപ്രാശം, രസംപ്രാശയാമി എന്ന് പറഞ്ഞ് അന്നപ്രാശം കൊടുക്കേണ്ട അന്ന് കുട്ടിയുടെ മുഖത്ത് മുണ്ടെങ്ങാണ്ട് വീണ് മരിച്ചു എന്നാ പറയുന്നത്. അപ്പം എന്തെഴുതി? ജ്ഞാനത്തിൻ്റെ പാനയായ ജ്ഞാനപ്പാനയിൽ എഴുതാണ്, ഉണ്ണിക്കണ്ണൻ മനസ്സിൽ കളിക്കുമ്പോൾ ഉണ്ണികൾ മറ്റു വേണമോ മക്കളായി. ഇത്ര ചിന്തിച്ചാൽ മതി. ഒരേ പാട് അമ്മമാർ പറയും, ടീച്ചറെ മകൻ കാനഡയിലാ, മറ്റാൾ അമേരിക്കയിലാ, തിരിഞ്ഞു നോക്കണില്ല കേട്ടോ. ഇഷ്ടം പോലെ ഇവർക്ക് പെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ അവരാഗ്രഹിക്കുന്നത് എന്താ? അവരുടെ സാമീപ്യ. ഞാൻ പറയും, ഈ ജ്ഞാനപ്പാനയിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ പറയുന്ന മക്കളൊക്കെ നമ്മളെ പോലെയുള്ള മരിച്ചു പോകുന്ന ദേഹങ്ങളാ. മരിക്കാത്ത ഒരു കൂട്ടുകാരൻ നമുക്കുണ്ട്. ആരാ? ഇതിനുള്ളിലിരുന്നിട്ട് എൻ്റെ അടുത്തേക്ക് വന്നോളൂ, ഞാനിവിടെ ഇരിക്കുന്നുണ്ട്. എന്താ ഗീതയിൽ പറയുന്നത്? ഹം ത്വാ സർവപാപേഭ്യോ മോക്ഷയിഷ്വാമി മാശുജ. ദുഃഖിക്കണ്ട മാശുജ, നിങ്ങളുടെ എല്ലാ പാപങ്ങളും കഴുകിക്കളഞ്ഞ് മോക്ഷം തരാൻ ഞാനിവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ. എന്തേ വേണ്ടു? സർവധർമാൻ പരിത്യജ്യ മാമേകം ശരണം വ്രജ. ധർമ്മങ്ങളെല്ലാം 60-70 ആയില്ലേ, മതി, നിർത്തിക്കോളൂ. എന്ത് ചെയ്യാ? എന്നെ അങ്ങോട്ട് ശരണം പ്രാപിക്കുക, ഞാനിവിടെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗീതാശ്ലോകങ്ങളിൽ. പിന്നെ എന്താ പറയണേ? ഒരു ആകെ കൂടെ പ്രശ്നങ്ങളും വിഷമങ്ങളും. ഞാൻ ഇത്രയൊക്കെ വായിച്ചിട്ട് ഒരമ്മ പറയാം, ഞാൻ ഇത്ര കാലമായി ഭാഗവതം വായിക്കണം, എന്നിട്ടും ഞാൻ ഇപ്പോൾ വീണു, എൻ്റെ നട്ടെല്ല് പൊട്ടിയില്ലേ. ഞാൻ പറയുകയാണേ, എന്താ ഭഗവാൻ പറഞ്ഞത്? അനിത്യമസുഖം ലോകം ഇമം പ്രാപ്യ ഭജസ്വമാം. ഈ ലോകം അനിത്യമാണ്, അസുഖകരമാണ്. എന്തേ വേണ്ടു? ഇതാദ്യം തന്നെ അങ്ങോട്ട് മനസ്സിലാക്കിയിട്ട് ഈ രസായനമാകുന്ന ഗീത, ഇമം പ്രാപ്യ ഭജസ്വമാം, എന്നി ഭജിച്ചോളൂ. ആ കൃഷ്ണനെ കുറിച്ച് അങ്ങനെ വർണ്ണിക്കുമ്പോൾ, നാരായണത്തിലൂടെ പോകുമ്പോൾ, ഗീതയിലൂടെ പോകുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖമില്ലേ, അതാണ് ആത്മാനന്ദം. 3 ആനന്ദാണ്. ഒന്ന് നിങ്ങളുടെ ലൗകികാനന്ദം. എന്താ ലൗകികാനന്ദം? പറഞ്ഞാൽ നിമിഷം നേരേ ഉള്ളൂ. ഉച്ചവരെ പണിയെടുത്തിട്ടാണ് ഒരു പായസം വെച്ച്, നാവിന് എത്ര നേരം അതിൻ്റെ സുഖം കിട്ടുന്നതല്ലേ. ഒരു ഗ്ലാസ് അവനെ കുടിക്കുക, അതും മുത്തശ്ശിയുടെ കൈമ പിടിക്കും ഷുഗർ എന്ന് പറഞ്ഞിട്ട്. ഇതാ നമ്മുടെ അവസ്ഥ. എന്നിട്ട് അതിന് വേണ്ടി ഈ അടുക്കള ഗൃഹാന്തകൂപേ പതിതു യഥാ പശു, അതിൻ്റെ ഇങ്ങനെ കുറ്റിയടിച്ച ഒരു കയറിൻ്റെ മുകളിൽ ഒരു പശുവിനെ കിട്ടിയ എന്താ, അതാണ് അവസ്ഥ. എന്നിട്ടോ ഇതെന്നെ സുഖം, ചൊറിമാന്തി സുഖമാണ്. ചൊറിയുള്ളവരോട് ചോദിക്കണം. അത് കഴിഞ്ഞിട്ട് ഒന്നും ഇങ്ങടെ അമ്പലത്തേക്ക് വന്നാലോ, ശരീരത്തിനും മനസ്സിനും വല്ലാത്തൊരാശ്വാസം, ഒരു സമാധാനം. ഇവിടെ അങ്ങനെ ഇരിക്കുമ്പോൾ എന്ന് പറയും ചിലർ, ഇവിടെ വന്ന് തൊഴുത് ആ പ്രദക്ഷിണ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ ഭഗവാന്റെ ഒരു അനാഹത ശബ്ദം നമുക്ക് അനുഭവിക്കാൻ കഴിയണം. മനസ്സിനെ മാംസത്തിൽ നിന്ന് അങ്ങനെ ഉയർത്തുന്ന ഒരവസ്ഥ, ആത്മീയമായ ഉയർച്ച ഉണ്ടാവാൻ വേണ്ടി ഭഗവാനോട് പ്രാർത്ഥിക്കണം. ഇനി എന്തെങ്കിലും സംശയമുണ്ടോ? ഇതാണ് ആത്മാനന്ദം. ഞാൻ പറഞ്ഞില്ലേ, ലൗകികാനന്ദം വിഷയസുഖം തന്നെ. അതിന്നൊക്കെ ആ ചരടൊക്കെ പൊട്ടിച്ച് നിങ്ങൾ ഇങ്ങോട്ട് പോകുന്നില്ലേ വീട്ടിൽ നിന്ന്, അതാണ് ശരിക്കും ഭജനാനന്ദം. ഇവിടെ അങ്ങോട്ട് ഇരുന്നിട്ട് ഒരൊറ്റ ഭജന, ഭഗവതിയല്ലേ, ഭഗവതിയുടെ തന്നെ അഷ്ടകം അങ്ങോട്ട് ചൊല്ലിക്കഴിഞ്ഞാലോ, നമസ്തേസ്തു മഹാമായേ ശ്രീപീഠേ സുരപൂജിതേ ശംഖചക്രഗദാഹസ്തേ മഹാലക്ഷ്മീ നമോസ്തുതേ. ഇതാണ് ഭജനാനന്ദം. ഭജന ഇങ്ങനെ ചൊല്ലുമ്പോൾ നമ്മളെ ശരീരം അതിനൊപ്പം ഇങ്ങനെ മനസ്സും ആത്മാവും ഉയരും. അതായത് കൊതിച്ചിടുന്ന ബ്രഹ്മത്തെ കണ്ടിട്ടു കൊതിച്ചിടുന്നു ജീവനും. വേദതത്വം തന്നെയാണ് ഇത് പറഞ്ഞു വെച്ചിരിക്കുന്നത്. അതാണ് ആ ഭജന കേൾക്കുമ്പോൾ നമ്മളങ്ങനെ എല്ലാം മറന്നിരിക്കുന്നത്. അത് ഭജനാനന്ദം. ഇതെല്ലാം കഴിഞ്ഞ് നിങ്ങൾ ഓരോ ഗ്രന്ഥങ്ങളിലൂടെ പോകുമ്പോൾ, ഭാഗവതം എടുത്ത് പിന്നെ അവസാനം വേദമന്ത്രങ്ങളിലേക്ക് അങ്ങോട്ട് കയറുമ്പോൾ നമുക്ക് കിട്ടുന്ന പിന്നെ ശിവരാത്രിക്കൊക്കെ ഇവിടെ വന്നിരുന്ന് മാതൃസമിതിയൊക്കെ ഉണ്ട് കൂടി രുദ്രം ഓം നമോ ഭഗവതേ രുദ്രായ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് സമർപ്പിക്കുമ്പോൾ കിട്ടുന്ന ആ ഒരു സുഖം, അതാണ് എന്ത് ബ്രഹ്മാനന്ദം എന്ന് പറയുന്നത്. ഭഗവാൻ അനുഗ്രഹിച്ചിട്ട് എല്ലാവർക്കും ഈ ലൗകിക വിഷയങ്ങളെ വിട്ട് ആത്മാനന്ദവും ബ്രഹ്മാനന്ദവും പിന്നെയോ ഭജനാനന്ദവും അനുഭവിക്കാൻ ഒരുപാട് അവസരങ്ങൾ ഉണ്ടാവട്ടെ. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. ഇത് യജ്ഞാണ്. അതായത്
പണ്ട് കാലത്ത് കൃതം ത്രേതം ദ്വാപരം കലി കഴിഞ്ഞ 3 യുഗങ്ങളിൽ നമുക്ക് കഠിനമായ തപസ് വേണമായിരുന്നു, യാഗങ്ങൾ വേണമായിരുന്നു, ഹോമങ്ങൾ വേണമായിരുന്നു. പക്ഷെ ഇപ്പം എന്തുമാത്രം മതി? കലികാലത്തിൽ ഈ ഭാരതഖണ്ഡത്തിൽ വന്ന് ജനിക്കണമെന്ന് പറയുന്നത് എന്തിനാണെന്നറിയോ? നാമജപം മാത്രം മതി. എന്തേ വേണ്ടൂ? കലികാലത്തിൽ മോക്ഷം കിട്ടാൻ കലവു ഭക്തി കലവു ഭക്തി കലവു കേശവ കീർത്തനാൽ, കേശവനെ കീർത്തിച്ചാൽ മാത്രം മതി. അതാണ് ഇപ്പോൾ ചെയ്തത്. അന്ന് ചെയ്ത വലിയ വലിയ രാജസൂയ യജ്ഞം, അശ്വമേധയാഗം അതിന് തുല്യമാണ് ഈ ജ്ഞാനയജ്ഞം. കലിയുഗത്തിൽ അതേ വേണ്ടൂ. ജ്ഞാനയജ്ഞം എന്ന് പറയുമ്പോൾ പറയുന്നവനും കേൾക്കുന്നവനും ഭക്തി ഉണ്ടാകുന്നതാ. ആരൊക്കെ ഇത്തിരി കഥാശ്രവണം ചെയ്തോ ഭഗവാൻ അവിടെ ഇരുന്ന് ഇങ്ങനെ എഴുതൂത്രേ. ചിത്രഗുപ്തൻ്റെ കണക്ക് പുസ്തകം ഉണ്ടല്ലോ, അവസാനം അവിടെ ചെല്ലുമ്പോൾ അങ്ങനെ മഹാബലി വഴുതി വീണൂത്ര ഒരു അമ്പലത്തിൽ മരിച്ചത്. ആ സമയത്ത് അവിടെ ചെന്നപ്പോൾ മഹാബലി ആദ്യത്തെ ജന്മം മഹാകള്ളനായിരുന്നു അത്രേ. വഴുതി വീണത് മരിച്ചത് നമസ്കരിച്ച പോലെ. അവിടെ ചെന്ന് പുസ്തകം നോക്കിയപ്പോഴോ ഒരു കോളം നിറഞ്ഞെണ്ണു, ഒരുപാട് മോഷണം നടത്തി, ഒരു 5 മിനിറ്റ് സ്വർഗത്തിനുള്ളതുണ്ട് കേട്ടോ എന്ന്. അപ്പം എന്താ അത്? നിങ്ങളൊരു അമ്പലത്തിൽ തൊഴുത് നമസ്കരിച്ച് വീണിട്ടാണ് മരിച്ചത്, അതുകൊണ്ടൊരു 5 മിനിറ്റ് സ്വർഗത്തിലിരിക്കാം, ഏതാ ആദ്യം വേണ്ടത് എന്ന്. കള്ളന്മാർക്ക് ഭയങ്കര ബുദ്ധിയാവുമല്ലോ. അപ്പോൾ പറഞ്ഞു, എനിക്ക് ആദ്യം ആ 5 മിനിറ്റ് സ്വർഗ്ഗം തന്നോളൂ എന്ന്. നേരെ പോയി അവിടെ ചെന്നു. അതേ ദേവേന്ദ്രനോട് കൂടെ നിങ്ങളെക്കാൾ യോഗ്യതയുള്ള ഒരാൾ വന്നിട്ടുണ്ട്, ഒരു 5 മിനിറ്റ് കൂടെ ഇറങ്ങി നിൽക്കും. ഇത്രയുള്ളൂ ദേവേന്ദ്രൻ്റെ കഥ. അപ്പോൾ ദേവേന്ദ്രൻ എന്ത് ചെയ്തു? ഇറങ്ങി നിന്നു. ഇയാൾ അവിടെ കയറിയിരുന്നു. ആരെവിടെ? ഞാൻ ദാനം കൊടുക്കുകയാണ്. അവിടെ ദേവലോകത്ത് എന്തെല്ലാം ഉണ്ട്? ഉച്ചൈശ്രവസ്, ഐരാവതം, പവിഴം, രത്നം എല്ലാം അങ്ങോട്ട് ദാനം ചെയ്തു. 5 മിനിറ്റ് അല്ലേ? കഴിഞ്ഞു, ഇറങ്ങിക്കോളൂ. അവിടെ ചെന്നിട്ട് ചോദിച്ചു, ഇപ്പം ആ കോളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുമെന്ന്. ബാലൻസ് ആയിരുന്നു. അപ്പം പറഞ്ഞു ഇത്രേ, അടുത്ത ജന്മത്തിൽ നീ മഹാബലിയായി ജനിക്കുമെന്ന്. അപ്പം എന്തേ വേണ്ടു? സൽക്കർമ്മങ്ങൾ ചെയ്യുക. ആ കഥ പറഞ്ഞതിൽ അവസാനം ഒരു കാര്യം വിട്ടുപോയി. കുറുക്കൻ പറയാണ്, ഞാൻ കഴിഞ്ഞ ജന്മത്തിൽ ഒരു പണ്ഡിതനായിരുന്നു, ഒരുപാട് വിവരമുണ്ടായി, ബ്രാഹ്മണനാണ്. പക്ഷെ ഞാനൊരു സൽക്കർമ്മങ്ങളും ചെയ്തില്ല. അതുകൊണ്ടാണ് ഞാനൊരു കുറുക്കനായി ജനിച്ചത്. നമ്മൾ പറയില്ലേ, അവന് കുറുക്കൻ്റെ ബുദ്ധിയാണ്, കുറുക്കനെ പോലത്തെ സ്വഭാവം കാണിച്ചു. എൻ്റെ വിജ്ഞാനം, അറിവ് ഞാൻ എന്ത് ചെയ്തു എന്നോ, മറ്റുള്ളവരുമായി വാദിക്കാനും തർക്കിക്കാനും അവരെ തോൽപ്പിക്കാനും ഉപയോഗിച്ചു. ശ്രീനാരായണ ഗുരുദേവൻ എന്താ പറഞ്ഞത്? വാദിക്കാനും ജയിക്കാനുമല്ല, അറിയാനും അറിയിക്കാനും ആവണം നമ്മുടെ സംഭാഷണങ്ങൾ, പ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ. മാത്രമല്ല എന്ത് ചെയ്തു? ഞാൻ മറ്റുള്ളവരെ ചോദ്യം ചോദിച്ച് ബുദ്ധിമുട്ടിച്ചു. അതുകൊണ്ട് ഞാൻ എന്തായി മാറി? ഈ ജന്മ കുറുക്കനായി ജനിച്ചു. നീ അതാവണ്ട, അതുകൊണ്ട് നീ പോയി നിൻ്റെ തപസ് ചെയ്തോളൂ. അങ്ങനെ ഒരു ഉപദേശം കൂടി അവിടെ കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഈ യജ്ഞം, ജ്ഞാനയജ്ഞം എല്ലാവർക്കും വേണ്ടി ഞാൻ ഭഗവാന്റെ പാദാരവിന്ദങ്ങളിൽ സമർപ്പിക്കുകയാണ്. സംശയമൊന്നുമില്ല എന്ന് വിചാരിക്കുന്നു. സമർപ്പിക്കട്ടെ. ഓം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതിർ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി ജഗദംബികായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യഃ പരിപാലയന്താം ന്യായേന മാർഗേണ മഹിം മഹീശാ ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു, ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു, ലോകാഃ സമസ്താഃ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി. ഓം ഹരി തത്സത്.